സയൻസ് ആൻഡ് ടെക്നോളജി. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് സയൻസും ടെക്നോളജിയും തമ്മിലുള്ള ഒരു ഡിഫറൻസ്? എന്താ സയൻസ് അല്ലെങ്കിൽ എന്താ ടെക്നോളജി? പറയ് എന്തേലും. ലിവിങ് തിങ്സിനെ കുറിച്ചുള്ള സ്റ്റഡി. ഓക്കെ. ടെക്നോളജിയോ? അപ്ലിക്കേഷൻ ആണ്. സയൻസ് എന്ന് പറഞ്ഞാൽ ലിവിങ്. അപ്പം നമ്മൾ ഈ വേവ്സിനെ പറ്റിയൊക്കെ പഠിക്കുന്നതോ? വേവ്സ് കേട്ടില്ല. അപ്പൊ അതെന്തായിട്ട് വരും? അത് ലിവിങ് ആണോ? അപ്പം ബയോളജിയിൽ നമ്മൾ എബയോട്ടിക് ഫാക്ടേഴ്സിനെ പറ്റി പഠിക്കുന്നില്ലേ, അത് ലിവിങ് ആണോ? ഒന്നുമില്ല, ജസ്റ്റ് സയൻസ് എന്താന്ന് ചോദിച്ചാൽ നമ്മൾ പറയാ ഒരു സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് നാച്ചർ ആൻഡ് ഫിസിക്കൽ എൻവയോൺമെന്റ് അല്ലെങ്കിൽ ഫിസിക്കൽ വേൾഡ് എന്നുള്ളതാണ് നമുക്ക് പറയാൻ പറ്റുക. അപ്പൊ ടെക്നോളജീന്റെ കേസിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് എന്ത് പറയാൻ പറ്റും? എന്തായിരിക്കും അതിന്റെ അപ്ലിക്കേഷൻ ആയിരിക്കും എവിടെ വരിക? നമ്മുടെ ടെക്നോളജിയിൽ വരിക. ഓക്കെ. അപ്പൊ നമുക്ക് എന്താ പറയാ, ഒരു പ്രോബ്ലം ഉണ്ട്, ആ പ്രോബ്ലത്തിനെ നമ്മൾ എങ്ങനെ പഠിക്കുന്നു എന്നുള്ളതാണ് സയൻസിൽ വരുന്നത്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് അതിന് എങ്ങനെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള കാര്യമാണ് എവിടെ വരുന്നത്? ടെക്നോളജിയിൽ വരുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് വരുന്നതാണ് UPSCയുടെ ആസ്പെക്റ്റിൽ വരുന്ന സാധനമാണ് സയൻസ് ആൻഡ് ടെക്നോളജി. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ UPSCയിൽ ഏത് പേപ്പറിലാണ് നമ്മുടെ സയൻസ് ആൻഡ് ടെക്നോളജി വരുന്നത്? സിലബസ് അറിയില്ലേ? UPSCയുടെ കേസിൽ എവിടെയാണ് നമുക്ക് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന സബ്ജക്ട് ഇൻക്ലൂഡ് ആയിട്ടുള്ളത്? പേപ്പർ 3 ഓർ GS3? GS3. ഓക്കെ. അപ്പോൾ GS3യിലാണ് നമുക്ക് എന്ത് വരുന്നത്? സയൻസ് ആൻഡ് ടെക്നോളജി വരുന്നത്. അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താ, അത്രയ്ക്കും UPSCക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണോ സയൻസ് ആൻഡ് ടെക്നോളജി? നമുക്കൊരു എത്ര ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം? നിങ്ങളിങ്ങനെ മസിൽ പിടിച്ചിരിക്കണ്ട, റിലാക്സ്ഡ് ആയിട്ടിരുന്നു. വേറെ ആർക്കും ഓപ്ഷൻസ് ഇല്ല? ഓക്കെ. നമുക്ക് നോക്കാം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ അനാലിസിസ് നടത്താം. ക്വസ്റ്റ്യൻസിന്റെ ഒരു പാറ്റേൺ നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് എങ്ങനെ നോക്കിയാലും ഒരു 15 പ്ലസ് ഓർ മൈനസ് ഒരു 3 റേഞ്ചിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. അപ്പോൾ 15 എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എത്ര മാർക്ക് കിട്ടും? ഒരു 30 മാർക്ക്. അതിലെന്തായാലും നമുക്ക് എത്ര മാർക്ക് കിട്ടണം? ഒരു 20 മാർക്കെങ്കിലും നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റണം. ഓക്കെ അല്ലേ? അപ്പം എന്താണ് സംഭവം? സിമ്പിൾ ആണ്. പക്ഷെ എന്താണ്, സ്റ്റാറ്റിക് സാധനം പഠിച്ചത് കൊണ്ട് മാത്രം സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ. മെയിൻ ആയിട്ട് UPSC ചോദിക്കാന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? നമ്മുടെ കറണ്ട് അഫയേഴ്സുമായിട്ട് ലിങ്ക് ചെയ്തിട്ടാണ് ഈ സയൻസ് ആൻഡ് ടെക് ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത്. ഓക്കെ. ഇപ്പം GS3യിൽ ബാക്കി ഏതൊക്കെ സബ്ജക്ട് വരുന്നുണ്ട് നമുക്ക് മെയിൻ ആയിട്ട് ഇതല്ലാതെ? ഓക്കെ. എൻവയോൺമെന്റ് വരുന്നുണ്ട്. പിന്നെ എന്താ, ആർക്കൊന്നും പറയാനില്ലേ? അഭിനയം എന്തൊക്കെ വരുന്നുണ്ട്? എക്കണോമിക്സ് വരുന്നുണ്ട്. പിന്നെ സയൻസ് ആൻഡ് ടെക് വരുന്നുണ്ട്. പിന്നെ ഇന്റേണൽ സെക്യൂരിറ്റി വരുന്നുണ്ട്. അപ്പം ബാക്കി ചെറിയ ചെറിയ ബയോഡൈവേഴ്സിറ്റി അങ്ങനത്തെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഒക്കെ വരുന്നുണ്ട്. ഓക്കെ. അപ്പം നമുക്ക് മെയിൻസ് നോക്കുകയാണെങ്കിലും എന്ത് വരുന്നുണ്ട്? GS3 നമുക്ക് 250 മാർക്കിനാണ് GS3 പേപ്പർ വരിക. അപ്പൊ അതിൽ ഓൾമോസ്റ്റ് എന്ത് വരുന്നുണ്ട്? ഒരു 50 മാർക്സിന് എന്ത് വരുന്നുണ്ട്? നമ്മുടെ സയൻസ് ആൻഡ് ടെക്കിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതെന്തായിരിക്കും? റിലേറ്റഡ് ടു കറണ്ട് അഫയേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ലിങ്ക് ചെയ്യാൻ പറ്റണം. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ സയൻസ് ആൻഡ് ടെക്കിന്റെ ഒരു ട്രെൻഡ് നോക്കുകയാണെങ്കിൽ, സയൻസ് ആൻഡ് ടെക്കിന്റെ ഒരു ട്രെൻഡ് നോക്കുകയാണെങ്കിൽ എന്താണ്, ഒരു 2019 ശേഷം എന്ത് വരുന്നുണ്ട്? റിപ്പീറ്റഡ്ലി
10 എബോവ്, അതായത് 12 എബോവ് എന്ന് വേണേൽ പറയാൻ പറ്റും, നമുക്ക് എന്ത് വരുന്നുണ്ട്, കണ്ടിന്യൂസ്ലി ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പൊ കഴിഞ്ഞ വട്ടം നോക്കുകയാണെങ്കിൽ അത് എന്ത് വരുന്നുണ്ട്, അതൊരു 19 റേഞ്ചിലേക്ക് മാറിയിട്ടുണ്ട്. 19 മീൻസ് അത് വേണമെങ്കിൽ നമുക്ക് കറണ്ട് അഫയേഴ്സായിട്ട് ലിങ്ക് ചെയ്തിട്ട് അങ്ങോട്ട് കൊണ്ട് ചെറിയ ചേഞ്ച് ഒക്കെ വരും. പക്ഷേ ഓൾമോസ്റ്റ് ഒരു 19 ക്വസ്റ്റ്യൻസിന്റെ അടുത്ത് എന്ത് വരുന്നുണ്ട്, 2026 ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞ പ്രിലിംസിന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്താണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് നമ്മുടെ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, നിങ്ങൾ എന്ത് ചെയ്യാം, എന്തായാലും പഠിക്കാൻ വന്നല്ലേ, സയൻസ് ആൻഡ് ടെക്നോളജിക്ക് ഒരു നോട്ട് എടുക്കുക. അപ്പം ഇൻ കേസ് സ്ലൈഡ് ഞാൻ തരും, സ്ലൈഡ് കിട്ടിയില്ലെങ്കിൽ, സ്ലൈഡിൽ പറയാത്ത പോയിന്റ് എന്തെങ്കിലും പറയുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക ഫ്രണ്ടിൽ. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഇതിന്റെ ബാക്ക് വശം എടുക്കുക. അതെന്ത് ചെയ്യുക, നമ്മൾ ന്യൂസ് പേപ്പർ വായിക്കുമ്പോൾ, ഹിന്ദു ഒക്കെ വായിക്കുമ്പോൾ അതിനകത്ത് സയൻസ് എന്നൊരു പേജ് ഉണ്ടാവും. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇപ്പം എന്താ പറയുക, ഒരു ടോപ്പിക് കാണുകയാണ്, ന്യൂസ് പേപ്പർ കാണുകയാണ്, അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന്റെ ബാക്ക് സൈഡിൽ എഴുതി വെക്കാൻ പറ്റും. നിങ്ങൾക്ക് പിന്നെ റെഫർ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞു, ട്രെൻഡ് നോക്കിക്കഴിഞ്ഞു. അപ്പൊ ഇനി നമ്മൾ എങ്ങോട്ട് പോവാണ്, UPSCയുടെ സിലബസിലേക്ക് പോവാണ്. അപ്പൊ UPSCയുടെ സിലബസിലേക്ക് പോകുന്ന സമയത്ത് UPSC ആകെ എന്താ പറഞ്ഞിട്ടുള്ളൂ, ആകെ 4 വരെയാണ് സയൻസ് ആൻഡ് ടെക്കിന്റെ സിലബസ് തന്നിട്ടുള്ളത്. ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. മീൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്തിട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തെന്നുള്ള കാര്യം നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ മെയിൻ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ സയൻസ് ആൻഡ് ടെക്നോളജി, അതിന്റെ ഡെവലപ്മെന്റ്, ആപ്ലിക്കേഷൻ, എഫക്റ്റിംഗ് എവരിഡേ ലൈഫ്. അപ്പം സയൻസ് ആൻഡ് ടെക്നോളജി എങ്ങനെയാണ് നമ്മുടെ എവരിഡേ ലൈഫിൽ നമുക്ക് വരുന്നത്, ഇമ്പോർട്ടൻസ് ഓഫ് UPSC അല്ല, സയൻസ് ആൻഡ് ടെക്നോളജി എവരിഡേ ലൈഫ് എന്ന് പറയുമ്പോൾ ഒരു അപ്ലിക്കേഷൻ പറഞ്ഞേ, കുറച്ചുകൂടി ഇലക്ട്രിസിറ്റി ഒക്കെ വരും. മെയിനായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന കാര്യം എന്താ, കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, അപ്പോൾ എല്ലാ തരത്തിലുള്ള ഒരുവിധ കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ എന്താണ് നമുക്ക് ഈ ഒരു ഇതുമായിട്ടാണ് ലിങ്ക് ചെയ്ത് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ഏറ്റവും ഈ അടുത്ത് നമുക്ക് കേട്ട് സുപരിചിതമായ ഒരു എന്താ പറയാ, ഒരു ടെക്നോളജി അല്ലെങ്കിൽ ഒരു സ്പേസ് ടെക്നോളജി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഏത് ഓർമ്മ വരിക, ചന്ദ്രയാനാണോ ലേറ്റസ്റ്റ് ആയിട്ട്? SpaceX ഇന്ത്യൻ്റെ ആണോ? ഓ, സ്റ്റാർലിങ്ക് ഇന്ത്യയുടെ അല്ലല്ലോ. ഗഗൻയാൻ എന്ന് കേട്ടിട്ടുണ്ടോ, ഫസ്റ്റ് എന്താ ക്രൂഡ് സ്പേസ്. ഓക്കെ, അപ്പൊ അതിലേക്കൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോകും, ജസ്റ്റ് ചോദിച്ചു എന്നേ ഉള്ളൂ. പിന്നെ നമുക്ക് വരുന്നത് ഇൻഡിജിനിയസ് ആയിട്ടുള്ള ടെക്നോളജീന്റെ അതിന്റെ ഡെവലപ്മെന്റും കാര്യങ്ങളും, പിന്നെ എന്താണ് IT, അതുപോലെ തന്നെ സ്പേസ്, കമ്പ്യൂട്ടേഴ്സ്, റോബോട്ടിക്സ്, നാനോ ടെക്നോളജി, ബയോടെക്നോളജി, ഇതിന്റെ ഒക്കെ എന്താണ് ഗുണങ്ങളും അത് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസും, പിന്നെ നമ്മുടെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ഇവിടെ വരുന്നത് നമ്മുടെ UPSC സിലബസിന്റെ അകത്ത് വരുന്നത്. ഓക്കെ, അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, നമ്മളിപ്പോൾ ഒരു മെയിൻസ് എക്സാം എഴുതുകയാണ്. അപ്പോൾ മെയിൻസ് എക്സാം എഴുതുമ്പോൾ നിങ്ങളെ ഇപ്പം എന്തായാലും ഈ ഒരു സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന സബ്ജക്ട് പഠിച്ചിട്ട് നിങ്ങൾ ആരെയും ഒരു സയന്റിസ്റ്റ് ലെവൽ എക്സാമിനേഷന്റെ അല്ലെങ്കിൽ സയന്റിസ്റ്റ് ലെവൽ എക്സാമിനേഷൻ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല UPSC എന്ത് നടത്തുന്നത്, ഈ ഒരു എക്സാം നടത്തുന്നത്. UPSCക്ക് എന്താ വേണ്ടത്, അഡ്മിനിസ്ട്രേറ്റേഴ്സ്മാരെയാണ്. കാരണം അവർക്ക് ഗവൺമെന്റ് ദൈനംദിന കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരെയാണ് UPSC സെലക്ട് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് ഈ ഒരു എന്താ പറയാ, നമ്മൾ സയൻസ് ആൻഡ് ടെക്നോളജി പഠിച്ചിട്ട് നമ്മൾ ഡീപ്പായിട്ട് പോയിട്ട് എന്ത് വേണ്ട, നമുക്ക് എന്താ പറയാ അതിന്റെ തിയറീസ്, അല്ലെങ്കിൽ ഇപ്പം എന്താ പറയാ ഒരു സ്പേസ് ഷിപ്പ് നമ്മൾ അല്ലെങ്കിൽ റോക്കറ്റ് വിക്ഷേപിക്കുകയാണ്, അപ്പൊ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വേണ്ട. കാരണം എന്താ, നമ്മളിപ്പം ഡിറൈവ് ചെയ്തെടുക്കുകയാണ്, ഇന്ന വെലോസിറ്റിയിൽ ഇന്ന ആംഗുലർ ഡിസ്റ്റൻസിൽ പോയാൽ മാത്രമേ ഇത് നമുക്ക് സ്പേസിലേക്ക് എത്തുള്ളൂ. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ എന്ത് നമുക്ക് വേണ്ട, നമുക്ക് ഇതിൽ പഠിക്കണ്ട. നമ്മൾ ഇപ്പം നമ്മളൊരു ഇത് അയച്ചു, റോക്കറ്റ് വിക്ഷേപിച്ചു. അപ്പൊ ആ ഒരു കേസിൽ നമുക്ക് എന്താണ്, അതുകൊണ്ട് നമുക്ക് ഉണ്ടാവുന്ന ഗുണങ്ങൾ, അത് നമുക്ക് നമ്മളെ അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങളിൽ എന്തൊക്കെ തരത്തിൽ ഹെൽപ്ഫുൾ ആവുന്നുള്ള കാര്യമാണ് നമ്മൾ ഇവിടെ സയൻസ് ആൻഡ് ടെക്നോളജിൻ്റെ അകത്ത് പഠിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മളെ ഈ ഒരു സിലബസിന്റെ അകത്ത് ഇൻക്ലൂഡ് ആയിട്ട് വരുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്,
സ്പേസ് ടെക്നോളജി വരുന്നുണ്ട്, സ്പേസിൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. ബയോടെക്നോളജി വരുന്നുണ്ട്, ഇൻഫർമേഷൻ ടെക്നോളജി വരുന്നുണ്ട്, അതുപോലെ തന്നെ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരുന്നുണ്ട്, റോബോട്ടിക്സ്, നാനോ ടെക്നോളജി, ഡിഫൻസ് ടെക്നോളജി, ഹെൽത്ത് ആൻഡ് വാക്സിൻസ്. അപ്പോൾ നമ്മൾ പറയുകയാണ് നമുക്കിപ്പം വന്നൊരു സാധനമായിരുന്നു കോവിഡ്. അപ്പോൾ കോവിഡിനെ പറ്റിയുള്ള സ്റ്റഡി ആണെന്ത് നമ്മുടെ സയൻസ് എന്ന് പറയുന്നത്. അത് സ്റ്റഡി ചെയ്തിട്ട് അതിന്റെ വാക്സിൻ കണ്ടുപിടിച്ചതാണ് എന്ത് പറയുന്നത് ടെക്നോളജി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ എന്താണ് എമർജിങ് ടെക്നോളജീസ് അതിന്റെ അപ്ലിക്കേഷൻ. ഏതൊരു ഇപ്പം പെട്ടെന്ന് ഏതൊക്കെ അല്ലെങ്കിൽ നൂതനമായിട്ട് ഏത് സാങ്കേതികത ഡെവലപ്പ് ചെയ്ത് വരുന്നു അത് നമുക്ക് UPSC വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. ഓക്കെ അല്ലേ? അപ്പൊ അത്രയാണ് എന്ത് വരുന്നത് നമ്മുടെ ഈ ഒരു സയൻസ് ആൻഡ് ടെക്നോളജിന്റെ ഇൻട്രോ ആയിട്ട് വരുന്നത്. ഓക്കെ, നിങ്ങൾ എന്താ എല്ലാവരും ഒരു ഇതുപോലെ ഇരിക്കുന്നത്, ഒരു ഫ്രീ ആയിട്ടിരിക്കുക. ഓക്കെ, അപ്പം നമ്മൾ പോകുന്നത് ഇങ്ങോട്ടാണ്. മനസ്സിലാകുന്നില്ലെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ, സ്പേസ് ടെക്നോളജി. ഇതിന് മനസ്സിലായില്ലേ പറഞ്ഞാൽ മതിയേ, ചോദിച്ചാൽ മതി. ഓക്കെ, അപ്പം സ്പേസ് ടെക്നോളജി. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ടെക്നോളജി എന്താണെന്ന് നമ്മൾ പഠിച്ചു, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലായി എന്താ ടെക്നോളജി. സ്പേസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എടോ ഒന്ന് ഇന്ററാക്ട് ചെയ്യണോ. സ്പേസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എർത്തിന്റെ കേസിൽ സ്പേസ് എന്തായിരിക്കും? ഒരു വാസ്റ്റ് ഏരിയ ബിയോണ്ട് എന്താണ് എർത്ത് അറ്റ്മോസ്ഫിയർ. എർത്തിന്റെ അറ്റ്മോസ്ഫിയറിൽ ഒരു വാസ്റ്റ് ഏരിയ ആണ് എന്ത് പറയുന്നത് സ്പേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഈ സ്പേസ് ഉണ്ടായത്? ഇതിൽ എത്ര ആൾക്കാർ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കാരുണ്ട്? ഒന്ന്, രണ്ട്, ഒന്നിച്ചോ രണ്ട് അല്ല. ഓക്കെ, മിഥുൻ ഏതാ പഠിച്ചേ? ഹ്യൂമാനിറ്റീസ്. ഓക്കെ, കുഴപ്പമില്ല, നമുക്ക് 10th വരെയുള്ള സാധനം മാത്രം മതി. ഓക്കെ, അപ്പൊ നോക്കുകയാണെങ്കിൽ എന്താണ് നിങ്ങൾ എന്ത് ചെയ്യാം, 6 to 10 NCERT സയൻസിൻ്റെ ഒന്ന് എടുത്ത് റീകോൾ ചെയ്യാം, നമുക്ക് ഉപകാരപ്പെടും. +1 +2 വേണ്ട സാധനം മാത്രം പഠിച്ചാൽ മതി. ബയോളജി നിങ്ങൾക്ക് എൻവയോൺമെന്റിന്റെ കുറച്ച് പോർഷൻസ് വരുന്നുണ്ട്, അത് മാത്രം പഠിച്ചാൽ മതി. 6 to 10 എന്തായാലും ഒന്ന് റീകോൾ ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ സ്പേസ് എന്താണ് നമ്മൾ പറഞ്ഞത്? എന്താണ് ഒരു വാസ്റ്റ് ഏരിയ. എവിടെയാണ്? നമ്മളെ എർത്തിന്റെ അറ്റ്മോസ്ഫിയറിന്റെ അപ്പുറത്തുള്ള ഒരു വാസ്റ്റ് ഏരിയ. അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് എങ്ങനെയാണ് ഇപ്പം നമ്മൾ ഒരു വാസ്റ്റ് ഏരിയ എന്നൊക്കെ പറഞ്ഞു, പക്ഷെ എവിടെയാണ് ശരിക്കും ഈ ഒരു സ്പേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്? അത് ഏത് പോയിന്റ് ആണ്? നമുക്ക് അറ്റ്മോസ്ഫിയറിന് എത്ര ലെയേഴ്സ് ഉണ്ട്? 7 ലെയേഴ്സോ? ആ, 7 എന്ന് പറഞ്ഞേ. എത്ര ലെയേഴ്സ് ഉള്ളത്? എൻവയോൺമെന്റ് മിസ് പറഞ്ഞില്ലേ? എർത്താണ്. എത്ര ലെയേഴ്സ് ഉണ്ട്? കോൺഫിഡന്റ് ആയിട്ട് പറഞ്ഞു. 5 എണ്ണം. ഏതൊക്കെയാ? ഫസ്റ്റ് ലെയർ ഏതാ? ട്രോപ്പോസ്ഫിയർ. എത്ര തൊട്ട് എത്ര ലെങ്ത് വരെ വരുന്നത്? മീൻസ് ആ ഹൈറ്റ് ഡിസ്റ്റൻസ് എത്ര ആൾട്ടിറ്റ്യൂഡ് വരെ വരും? 0 to 12 കിലോമീറ്റേഴ്സ് ആണ് നമ്മുടെ എർത്ത് സർഫസിൽ നിന്ന്. 0 to 12 കിലോമീറ്റേഴ്സ് ആണ് എന്ത് വരുന്നത്? നമ്മുടെ ട്രോപ്പോസ്ഫിയർ വരുന്നത്. അത് കഴിഞ്ഞിട്ട് വരുന്ന ലെയർ ഏതാ? ലിത്തോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയർ. ഓക്കെ, സ്ട്രാറ്റോസ്ഫിയറിന്റെ ഇത് എത്ര വരുന്നത്? ഓക്കെ, അടിയിലത്തെ വാല്യൂ എന്തായാലും കിട്ടല്ലോ. 12 to അത്ര വേണ്ട, അല്ല കുറച്ചുകൂടി കൂട്ടിക്കോ. അല്ല കുറച്ചുകൂടി 50. ഉറപ്പിച്ച് 12 to 50 കിലോമീറ്റർ ആണ് എന്ത് വരുന്നത്? സ്ട്രാറ്റോസ്ഫിയറിന്റെ റേഞ്ച് വരുന്നത്, അല്ലെങ്കിൽ സ്ട്രാറ്റോസ്ഫിയർ വരുന്ന ആ ഒരു ലെങ്ത് ഹൈറ്റ് എന്ന് പറയുന്നത്
12 to 50 കിലോമീറ്റേഴ്സ് ആണ്. അടുത്ത ലെയർ ഏതാ വരുന്നത്? മീസോസ്ഫിയർ. മീസോസ്ഫിയർ എവിടുത്തെ വരെ വരുന്നുണ്ട്? 52. ബാക്കിയാ വേണ്ടത് 52. കുറച്ചുകൂടി കൂട്ടാൻ പറ്റും, ഒരു 10 കൂടെ കൂട്ടാൻ പറ്റും. 85 കിലോമീറ്റേഴ്സ് ആണ് എന്ത് വരുന്നത്? നമ്മുടെ മീസോസ്ഫിയർ വരുന്നത്. മീസോസ്ഫിയർ കഴിഞ്ഞിട്ട് വരുന്ന ആളാരാണ്? ട്രോപ്പോസ്ഫിയർ അല്ലേ ഇവിടെ ഉള്ളത്? ടി വെച്ച് തുടങ്ങുന്ന ഒരാളാണ്. തെർമോസ്ഫിയർ. ഓക്കെ, തെർമോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ഈ ഒരു 85 to നമുക്ക് 600 വരെ വരുന്ന ആളാണ് തെർമോസ്ഫിയർ എന്ന് പറയാം. ഓക്കെ, ദെൻ വരുന്ന ആളാണ് ആര്? എക്സോസ്ഫിയർ. ഇവിടെ എഴുതി വെച്ച് നോക്കി വായിക്കാം അല്ലെ. എക്സോസ്ഫിയർ. എക്സോസ്ഫിയർ എന്ന് പറയുമ്പോൾ നമുക്ക് ജനറലി പറയാൻ പറ്റും ഗ്രേറ്റർ ദാൻ 600. 600 അല്ലെങ്കിൽ നമുക്ക് 600 to 10,000 എന്നൊക്കെ പറയാൻ പറ്റും. എന്ത് ചെയ്താൽ മതി? ജനറലി ഗ്രേറ്റർ ദാൻ 600 വരികയാണെങ്കിൽ എക്സോസ്ഫിയർ എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എവിടെയാണ് ഇത് പറയാൻ പറ്റുക? സ്പേസ് എവിടെ നിന്നോട്ട് സ്റ്റാർട്ട് ചെയ്യും? തെർമോസ്ഫിയറോട്ട്. ഒരു ആക്ച്വലി ദൂരം പറയാൻ പറ്റുമോ? നമുക്ക് ഇന്റർനാഷണലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു ബൗണ്ടറി ഉണ്ട് സ്പേസിന്. നമ്മൾ പറയുക എന്താണ്? ഓക്കെ, ഇന്റർനാഷണലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു ബൗണ്ടറി ഉണ്ട്. നമ്മൾ അതിന് പറയുക എന്താണ്? കാർമൻ ലൈൻ എന്നാണ് അതിനെ നമ്മൾ വിളിക്കുക. അല്ലല്ല, ഇന്റർനാഷണലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ഗ്ലോബലി നമ്മൾ എടുക്കുന്ന സാധനമാണ് എന്ത്? ഈ കാർമൻ ലൈൻ എന്ന് പറയുന്നത്. അത് വരുന്നത് എന്താണ്? 100 കിലോമീറ്റർ ഫ്രം ദ എർത്ത് സർഫസ്, അല്ലെങ്കിൽ മീൻ സീ ലെവൽ എന്നൊക്കെ പറയാൻ പറ്റും. ഓക്കെ, 100 കിലോമീറ്റർ എബോവ്, അല്ലെങ്കിൽ എന്ത് പറയാൻ പറ്റും? 62 മൈൽസ്. ഓക്കെ, ഈ ഒരു ദൂരത്തിന് ഇതാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇവിടെ കണ്ടത് ഈ ഫിഗർ ഉണ്ടല്ലേ, അത്രയും ദൂരം അറ്റ്മോസ്ഫിയറും അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്പേസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു ഡൗട്ട് വരണ്ടല്ലേ? ഡൗട്ട് വന്നില്ല? ഒരു ഡൗട്ട് വന്നില്ല? ഇത്രയും സാധനങ്ങൾ നമ്മൾ എന്തായിട്ടാ പഠിച്ചത്? എർത്തിന്റെ അറ്റ്മോസ്ഫിയർ എന്നിട്ടല്ലേ പഠിച്ചത്. പക്ഷെ ഇത് രണ്ടും 2 ടൈപ്പ് ക്ലാസിഫിക്കേഷൻ ആണ്. ഇതെന്താ നമ്മൾ പറയുന്നത്? നമ്മൾ എർത്ത് പ്രഷർ അല്ലെങ്കിൽ അവിടെയുള്ള വേപ്പർ അങ്ങനെയുള്ള ഈ മോളിക്യൂൾസിന്റെ പ്രഷറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു ക്ലാസിഫിക്കേഷൻ നമ്മൾ നടത്തുന്നത്. പക്ഷെ ഈ ഒരു കാർമൻ ലൈനിന്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ പ്യുവർലി എയറോഡൈനാമിക്സ് വെച്ചിട്ടാണ്. എയറോഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു ഫ്ലൈറ്റ് എടുക്കുകയാണെങ്കിൽ, നമ്മളെ ഒരു ഫ്ലൈറ്റ് എടുക്കുകയാണ്, ആ ഫ്ലൈറ്റിന് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇവരെ തിയറി പ്രകാരം ഈ 100 കിലോമീറ്ററിന് മുകളിലേക്ക് സെൽഫായിട്ട് ലിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സെൽഫായിട്ട് ലിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്തായിരിക്കും? ഇതിന് ശേഷമുള്ള ഇതിന്റെ ബിയോണ്ട് ഉള്ള എയർ എന്ന് പറഞ്ഞാൽ തിന്നായിരിക്കും. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റില്ല? എയറിന് ആ ഒരു എയർക്രാഫ്റ്റിനെ ലിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കൺസെപ്റ്റ് വെച്ചിട്ടാണ് ഈ ഒരു 100 കിലോമീറ്റർ വെച്ചിട്ട് നമ്മുടെ ഈ ഒരു സ്പേസിന്റെ ബൗണ്ടറി നമ്മൾ നിശ്ചയിച്ചിരിക്കുന്നത്. ഓക്കെ അല്ലേ? ഇല്ല, ഈ ഒരു നമ്മുടെ ഫ്ലൈറ്റ് ഇതിൽ എവിടെയാ പോവാ? ട്രോപ്പോസ്ഫിയർ കൂടെ അല്ലേ? അപ്പൊ അത്രയും ദൂരത്തേക്ക് പോകില്ല. കാരണം അങ്ങനെ നമുക്ക് പോകാൻ പറ്റുമെങ്കിൽ നമുക്ക് എങ്ങനെ പോകായിരുന്നു? സ്പേസിലേക്ക് ഫ്ലൈറ്റ് എടുത്ത് പോയിക്കൂടായിരുന്നോ? അപ്പം സ്പേസിലേക്ക് ഫ്ലൈറ്റ് എടുത്ത് പോകാൻ പറ്റാത്തതിന്റെ ഒരു കാരണം എന്താണ്? അവിടെ ഇപ്പം നമ്മൾ പ്ലെയിൻ എടുക്കുകയാണെങ്കിൽ, അപ്പം ഇത് നമ്മളെ പ്ലെയിൻ ആണ്. പ്ലെയിൻ എടുക്കുകയാണെങ്കിൽ പ്ലെയിനിന്റെ മുന്നിലേക്ക് ഒരു ത്രസ്റ്റ് ഉണ്ടാവും. മെക്കാനിക്കൽ ത്രസ്റ്റ് ആയിരിക്കും പ്ലെയിന് കൊടുക്കുന്നത്. ബാക്കിലേക്ക് അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ഡ്രാഗ് ഫോഴ്സ് ഉണ്ടാവും. താഴേക്ക് ഇതിന്റെ ഒരു വെയിറ്റ് വരും, മുകളിലേക്കാണ് ഇതിന്റെ ലിഫ്റ്റ് വരിക. ഇത് നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല, ഔട്ട് ഓഫ് സാധനമാണ്. അപ്പൊ എന്ത് ചെയ്യാം?
ഈ ഒരു ലിഫ്റ്റ് എയറിന്റെ ഒരു ലിഫ്റ്റ് കാരണം, എയറിന്റെ ഒരു ഫോഴ്സ് കാരണമാണ് ഇവിടെ എന്ത് വരുന്നത്, ഈ ഒരു ലിഫ്റ്റ് വരുന്നത്. അപ്പം അത് പ്യുവർലി എയറോഡൈനാമിക്സ് സാധനങ്ങളാണ്, മെക്കാനിക്കൽ ഇതിലേക്ക് പോകേണ്ട സാധനങ്ങളാണ്. അപ്പൊ ഈ ഒരു ലിഫ്റ്റ് ഇവിടെ നടക്കൂല. കാരണം എന്താണ്, ഇവിടുത്തെ എയർ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് വളരെ തിന്നാണ്, ഇതിനെ ലിഫ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ടാണ് എന്ത് വരുന്നത്, നമുക്ക് ഈ സ്പേസിലേക്ക് പോകാൻ നമ്മൾ എന്ത് യൂസ് ചെയ്യേണ്ടി വരുന്നത്, റോക്കറ്റ്സ് യൂസ് ചെയ്യേണ്ടി വരുന്നത്. ഓക്കെ, അപ്പൊ അത് അവർ തീരുമാനിച്ച ഇപ്പം ഇന്റർനാഷണലി ആക്സെപ്റ്റഡ് ലൈനാണ് കാർമൻ ലൈൻ. അപ്പൊ അത് 100 കിലോമീറ്റർ ആണ്, അല്ലെങ്കിൽ 62 മൈലാന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ബട്ട് സ്റ്റിൽ എന്താണ്, നമ്മളെ നാസയും US മിലിറ്ററിയും ഒക്കെ എന്ത് പറയുന്നുണ്ട്, ഇതിൽ ചില വാദങ്ങളായിട്ട് വരുന്നുണ്ട്, നമ്മളെ എന്തൊക്കെയോ ആക്സെപ്റ്റ് ചെയ്യില്ല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ജസ്റ്റ് ലീവ് ഇറ്റ്. നമുക്ക് എന്താണ് ഇന്റർനാഷണലി ആക്സെപ്റ്റഡ് ആയിട്ട് ഒരു 100 കിലോമീറ്ററിൽ സാധനം വരുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ സ്പേസ് എന്താ നോക്കി. സ്പേസ് എന്താണ്, ഒരു വാസ്റ്റ് ഏരിയ ആണ് ബിയോണ്ട് എർത്ത് അറ്റ്മോസ്ഫിയർ. എവിടെയാണ് സ്പേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്, കാർമൻ ലൈൻ. ട്രോപ്പോസ്ഫിയർ ആണോ, തെർമോസ്ഫിയർ. ഓക്കെ, ഈ തെർമോസ്ഫിയറിലാണ് നമ്മൾ എന്ത് വരുന്നത്, കാർമൻ ലൈൻ അല്ലടോ. ഇത് കേട്ടിട്ടുണ്ടോ, കേട്ടില്ല? നമ്മളെ ഇവരില്ലായിരുന്നു സുനിത വില്യംസ് ഒക്കെ കുറച്ചു കാലം മുന്നേ എവിടെയും കുടുങ്ങി പോയത്, ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ്റെ. അപ്പൊ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനൊക്കെ വരുന്ന ഏരിയ എവിടെയാണ്, നമ്മുടെ തെർമോസ്ഫിയർ. ഓക്കെ, തെർമോസ്ഫിയറിലാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മുടെ സ്പേസിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്പേസിന് ഡിവൈഡ് ചെയ്യാൻ പറ്റും. എർത്ത് സർഫസിന് 100 കിലോമീറ്റർ എബോ ഉള്ള സാധനത്തിനാണ് നമ്മൾ എന്ത് വരുന്നത്, കറക്റ്റ് ആയിട്ട് നമ്മുടെ സ്പേസിന്റെ ബൗണ്ടറി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ഇപ്പൊ നമ്മൾ പറഞ്ഞു ഒരു വസ്തു എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡയറക്റ്റ് എറിഞ്ഞാൽ അത് എന്ത് ചെയ്യാൻ പറ്റില്ല, തിരിച്ചു വരൂലേ. എന്തുകൊണ്ടാ തിരിച്ചു വരുന്നത്? ഓക്കെ, എർത്തിനൊരു ഗ്രാവിറ്റി ഫോഴ്സ് ഉണ്ട്. അതെന്ത് ചെയ്യും, എർത്തിനൊരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്. അപ്പം ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ ലിമിറ്റ് എത്രയാണ്, എവിടുത്തെ വരെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ടാവും? എത്ര ദൂരം വരെ നമുക്ക് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊണ്ടുപോകാൻ പറ്റും? അങ്ങനെ പ്രത്യേകിച്ച് നമുക്ക് അങ്ങനെ ഒരു ലിമിറ്റ് പറയുന്നില്ല. ഇൻഫിനിറ്റി ആണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ ലിമിറ്റ് എന്നാണ് പറയുന്നത്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കുറഞ്ഞു വരും. മൂവ് ഓൺ, നമുക്ക് എന്ത് ചെയ്യും, കുറഞ്ഞു വരും. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് വരുന്നുണ്ട്, ഒരു വസ്തുവിനെ നമ്മൾ മുകളിലേക്ക് എറിഞ്ഞു. ഞാൻ ഒരു ബോൾ എടുത്ത് എറിഞ്ഞു, കുറച്ച് കഴിഞ്ഞിട്ട് ആ ബോൾ എന്ത് വരും, താഴേക്ക് വരും. പക്ഷെ എനിക്ക് ഈ ഒരു സാധനത്തിൽ നിന്ന് പുറത്ത് കിടക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഒരു വസ്തുവിനെടുത്ത് എനിക്ക് ബഹിരാകാശത്തേക്ക് കൊണ്ടുപോകണം. അപ്പൊ എനിക്ക് അത് പുറത്ത് പോകണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഓക്കെ, അപ്പോൾ എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ആണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, മിനിമം സ്പീഡാണ് ഒരു ഒബ്ജക്റ്റിന് എന്തിനു വേണ്ടിയിട്ട്, ഒരു സെലസ്റ്റിയൽ ബോഡി, അല്ലെങ്കിൽ നമ്മൾ എർത്തിന്റെ കേസ് പറയുകയാണെങ്കിൽ എർത്തിന്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ നിന്നും പെർമനന്റ് ആയിട്ട് പുറത്തേക്ക് പോകാൻ, പെർമനന്റ് ആയിട്ട് ബ്രേക്ക് ചെയ്ത് പോകാൻ വേണ്ട മിനിമം വെലോസിറ്റി അല്ലെങ്കിൽ മിനിമം സ്പീഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അത് എർത്തിന്റെ കേസിൽ വരുന്ന സമയത്തേക്ക് എത്ര വരുന്ന വെച്ചാൽ 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ് എർത്തിന്റെ എസ്കേപ്പ്. എർത്ത് സർഫസ് എന്നാണ്, എർത്ത് സർഫസ് 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ്. യൂണിറ്റ് ശ്രദ്ധിക്കണം, കിലോമീറ്റർ പെർ അവർ അല്ല, കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, അപ്രോക്സിമേറ്റ്ലി എത്ര വരും നോക്ക്, 40,320 കിലോമീറ്റർ പെർ അവർ ആണ്. ഓക്കെ, അപ്പൊ അതിന്റെ സ്പീഡ് നമ്മൾ അസ്യൂം ചെയ്യാം. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എർത്ത് ഒരു സെലസ്റ്റിയൽ ഒബ്ജക്റ്റിന്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ നിന്നും ബ്രേക്ക് ചെയ്ത് പുറത്തു പോകാനുള്ള ഒരു സ്പീഡ് അല്ലെങ്കിൽ ആ ഒരു വെലോസിറ്റിയാണ് നമ്മൾ എന്ത് പറയുന്നത്, എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ എർത്തിന്റെ കേസിൽ എസ്കേപ്പ് വെലോസിറ്റി എത്രയാ, 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓർത്തിരിക്കണം. ദെൻ അത് നമ്മൾ മൂണിന്റെ കേസിലേക്ക് പോവുകയാണെങ്കിൽ എത്രയാണ് വരുന്നത്,
2.4 km/s ആണ്. അപ്പൊ ഇത് നമുക്ക് ഇതിനനുസരിച്ച് ഇങ്ങനെ മാറും. അപ്പം ശരിക്കും ഈ ഒരു എസ്കേപ്പ് വെലോസിറ്റിക്ക് ഒരു ഇക്വേഷൻ ഒക്കെ വരുന്നുണ്ട്. v ഈസ് ഈക്വൽ ടു √2gm/r എന്ന് പറഞ്ഞ ഒരു ഇക്വേഷൻ വരുന്നുണ്ട്. ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. അതിനകത്ത് ജി വരുന്നത് എന്തായിരിക്കും? ഗ്രാവിറ്റി അല്ല, ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. എം എന്ന് പറയുന്നത് എന്തായിരിക്കും? മാസ് ഓഫ് ദ സെലസ്റ്റിയൽ ബോഡി. ആർ എന്ന് പറയുന്നത് അതിന്റെ റേഡിയസ്. ഓക്കെ, അപ്പൊ ഈ ഇക്വേഷനിൽ കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? എസ്കേപ്പ് വെലോസിറ്റി കിട്ടും. വേണ്ട, നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്, ഡീപ്പായിട്ട് പോകേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു ഓരോ ഇതിനനുസരിച്ചും എസ്കേപ്പ് വെലോസിറ്റി മാറ്റം വരും. അപ്പൊ നമ്മുടെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ നമ്മുടെ ISS എന്ത് ചെയ്യാണ്? ഒരു സാധനത്തിന് അതിന്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ നിന്ന് പുറത്താക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഒരു എസ്കേപ്പ് വെലോസിറ്റി വേണം. അത് നിയർലി എത്ര വരും? ഒരു 10 km/s സ്പീഡിലാണ് അതിന്റെ ഒരു സാധനം വരിക, അതിന്റെ ഒരു വെലോസിറ്റി അല്ലെങ്കിൽ അതിന്റെ ഒരു സ്പീഡ് വരിക. ഓക്കെ, അപ്പൊ ഇതാണ് എന്ത് വരുന്നത്? നമ്മുടെ എസ്കേപ്പ് വെലോസിറ്റിന്റെ ഒരു കൺസെപ്റ്റ് വരുന്നത്. കാരണം നമുക്ക് ഇവിടുന്ന് റോക്കറ്റ് അയക്കണമെങ്കിൽ ഈ ഒരു എസ്കേപ്പ് വെലോസിറ്റി നമ്മൾ പഠിച്ചാൽ മതിയാവും. ഓക്കെ, അങ്ങനെ നമ്മൾ റോക്കറ്റ് അയച്ചു കഴിഞ്ഞാൽ എന്താണ്? റോക്കറ്റ് എവിടെ എത്തി? ബഹിരാകാശത്തെത്തി. സ്പേസിലെത്തി. സ്പേസിലെത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിന് പോകാൻ വേണ്ടിയിട്ട് എന്ത് വേണം? ഒരു പാത്ത് വേണ്ടേ? അപ്പൊ ആ പാത്തിന് നമ്മൾ എന്ത് പറയും? ഓർബിറ്റ് എന്ന് പറയും. ഓക്കെ, ഓർബിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കർവ്ഡ് റെപ്പറ്റേറ്റീവ് പാത്ത് ആണ്. എന്താണ്? an object take around another. ഒരു ഒബ്ജക്റ്റ് ഇവിടെ ഉണ്ടെങ്കിൽ അതിനെ ചുറ്റുന്ന ഒരു പാത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓർബിറ്റ് എന്ന് പറയുന്നത്. ഇതിന് മനസ്സിലാവുന്നില്ല അല്ലേ? ഓക്കെ, അപ്പം എന്താണ്? ഒരു കർവ്ഡ് റെപ്പറ്റേറ്റീവ് പാത്ത് ആണ്. ഒരു ഒബ്ജക്റ്റ് വേറൊന്നിനെ ചുറ്റുന്ന കർവ്ഡ് റെപ്പറ്റേറ്റീവ് പാത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓർബിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ നോക്കുകയാണെങ്കിൽ എന്താണ്? നമുക്ക് കുറെ ടൈപ്പ് ഓർബിറ്റ് പഠിക്കാനുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ എന്താണ്? ഈ ഓർബിറ്റിൻ്റെ അകത്ത് വരുന്ന ഒരു ടേം ആണ് പെരിജിയും അപ്പോജിയും. പെരിജിയും അപ്പോജിയും. ഓക്കെ, ആരെങ്കിലും മിഷൻ മംഗൾ സിനിമ കണ്ടിട്ടുണ്ടോ? മിഷൻ മംഗൾ സിനിമ കണ്ടിട്ടുണ്ടോ? അക്ഷയ് കുമാറിന്റെ. അതിൻ്റെ അകത്ത് അവരൊരു കാര്യം പറയുന്നില്ലേ? മറ്റേ പൂരി ചുടുന്ന സമയത്ത് ഈ സാധനം നമ്മൾ ഇത് വിട്ടാല് പെരീസിലെത്തുന്ന സമയത്ത് ഒന്ന് ബൂസ്റ്റ് കൊടുത്താൽ അത് പിന്നെയും പോയി എത്തുന്ന പറഞ്ഞില്ലേ? അപ്പൊ പെരീസി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, എന്താണ്? നമ്മുടെ എർത്താന്ന് വിചാരിച്ചോ. ഓക്കെ, നമ്മുടെ എർത്താണ്. നമുക്ക് ഇങ്ങനെ ഒരു ഓർബിറ്റ് ഉണ്ട്. അപ്പൊ ഈ എർത്തുമായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെലസ്റ്റിയൽ ബോഡിയായിട്ട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു പോയിന്റ് ഉണ്ടാവില്ലേ? അപ്പൊ ആ പോയിന്റിനെ വിളിക്കുന്നതാണ് പെരിജി. ഓക്കെ, ഈ ഒരു ഏറ്റവും മിനിമം ഡിസ്റ്റൻസ്. ദെൻ നമ്മൾ നോക്കുകയാണ് ഇതിന്റെ ഓപ്പോസിറ്റ് എന്ത് വരും? ഏറ്റവും ദൂരമായിട്ട് ഏറ്റവും ഫാറസ്റ്റ് ആയിട്ടുള്ള പോയിന്റ് ഉണ്ടാവില്ലേ? അപ്പൊ ആ പോയിന്റ് നമ്മൾ എന്ത് വിളിക്കും? അപ്പോജി എന്ന് വിളിക്കും. അപ്പൊ ജസ്റ്റ് അറിഞ്ഞിരിക്കുക, ഏറ്റവും അടുത്തുള്ള പോയിന്റ് നമ്മൾ പെരിജി എന്ന് വിളിക്കും, ഏറ്റവും ഡിസ്റ്റന്റ് ആയിട്ടുള്ള പോയിന്റ് നമ്മൾ എന്ത് വിളിക്കും? അപ്പോജി എന്ന് വിളിക്കും. അപ്പൊ നമ്മൾ ഓർബിറ്റ് എന്താന്ന് പഠിച്ചു. ഓർബിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പാത്താണ്. നമ്മൾ റോഡ് പോകുന്ന പോലെ നമ്മുടെ എന്താണ് സ്പേസ് സാധനത്തിന്, ഈ റോക്കറ്റ് അങ്ങനത്തെ സാറ്റലൈറ്റ്സിന് പോകാൻ വേണ്ടിയിട്ടുള്ള അതിന്റെ ഒരു പാത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓർബിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഓർബിറ്റിനെ എന്ത് ചെയ്യാം? പോളാർ വേഴ്സസ് ഇക്വറ്റോറിയൽ എന്ന് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ എന്തായിരിക്കും പോളാർ? പേര് വെച്ചിട്ട് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? പോളാർ എന്ന് പറഞ്ഞാൽ എന്ത്? നോർത്ത് സൗത്ത് പോകുന്ന സാധനം. നോർത്ത് സൗത്ത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന സാധനത്തിനാണ് എന്ത് പറയുന്നത്? പോളാർ ഓർബിറ്റ് അല്ലെങ്കിൽ നോർത്ത് സൗത്ത് ഓർബിറ്റ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പം ഇത് നമ്മുടെ എർത്താന്ന് വിചാരിക്കുക. ഇങ്ങനെ മൂവ് ചെയ്യുന്നത്, അതിപ്പം ഒന്നാവണമെന്നില്ല, അതിനെ ചുറ്റി മൂവ് ചെയ്യുന്ന സാധനമായിരിക്കും എന്ത് വരിക? നമ്മുടെ പോളാർ ഓർബിറ്റ് വരിക. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? സാറ്റലൈറ്റ് ട്രാവൽ ഓവർ നോർത്ത് ആൻഡ് സൗത്ത് പോൾസ്.
നോർത്ത് സൗത്ത് പോളിനെ ഓവറായിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന സാധനത്തിനായിരിക്കും എന്ത് പറയാ, നമ്മുടെ പോളാർ ഓർബിറ്റ് എന്ന് പറയാം. പിന്നെ എന്താണ്, നമ്മൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പോളാർ ഓർബിറ്റിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് പെർഫെക്റ്റ് ഫോർ മാപ്പിംഗ് ആൻഡ് അഗ്രികൾച്ചറൽ പർപ്പസ് ആണ്. ഓക്കെ, പെർഫെക്റ്റ് ഫോർ മാപ്പിംഗ് ആൻഡ് അഗ്രികൾച്ചറൽ പർപ്പസ് ആണ് നമ്മുടെ പോളാർ ഓർബിറ്റിന്റെ ഒരു യൂസ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ എടുക്കുകയാണ് ഒരു പോളാർ ഓർബിറ്റ്, നമുക്ക് വളരെ എന്താണ് വ്യക്തമായിട്ട് നമ്മുടെ എർത്തിന്റെ ഇമേജ് നമുക്ക് കിട്ടും. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ഗ്ലോബ് എടുത്തു, നമ്മളിപ്പം പോളാർ ഓർബിറ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയല്ലേ പോവാം, നോർത്ത് ടു സൗത്ത്. നമ്മളൊരു പെൻ എടുത്തു, ഈ എന്ത് ചെയ്തു നമ്മുടെ ഈ ഒരു ഗ്ലോബിന്റെ മുകളിൽ പ്ലേസ് ചെയ്തു. ഈ മൂവ്മെന്റ് പോലെ നമ്മൾ എന്ത് ചെയ്തു, ഇതിങ്ങനെ താഴത്തെയും പൊന്തിക്കുകയും ചെയ്യാറ്, മീൻസ് ഇങ്ങനെയല്ലേ റൊട്ടേറ്റ് ചെയ്യുന്നത്. അതനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ എർത്ത് റൊട്ടേറ്റും ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് നമ്മൾ ഈ പെൻ എടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ആ ഒരു എർത്തിന്റെ സർഫസിൽ ഫുള്ള് മാർക്കിംഗ് വന്നിട്ടുണ്ടാവില്ലേ. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്, ഓവർ എ ഫ്യൂ ഡേയ്സ് ദ സാറ്റലൈറ്റ്സ് ഇവഞ്ച്വലി സ്കാൻ സ്ക്വയർ ഇഞ്ച് ഓഫ് ദ പ്ലാനറ്റ്. കാരണം എർത്തിന്റെ കംപ്ലീറ്റ് പിക്ചർ നമുക്ക് ഈ ഒരു പോളാർ ഓർബിറ്റിൽ ഒരു സാറ്റലൈറ്റ് കൊണ്ടുവച്ചു കഴിഞ്ഞാൽ കിട്ടുന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കാം. ഇപ്പൊ എന്താണ് സൺ സിങ്ക്രണൈസ്ഡ് ഓർബിറ്റ്? സൺ സിങ്ക്രണൈസസ് ഓർബിറ്റ് അല്ലെങ്കിൽ നമുക്ക് SSO എന്ന് പറയാൻ പറ്റും. എന്തായിരിക്കും? ഒരു ടൈപ്പ് ഓഫ് പോളാർ ഓർബിറ്റ് ആണ്. ഓക്കെ, ഒരു ടൈപ്പ് ഓഫ് പോളാർ ഓർബിറ്റ് ആണ്. പക്ഷെ എന്താണ്, നമ്മളിപ്പം പോളാർ ഓർബിറ്റ് എടുത്തു, ഇതിങ്ങനെ കണ്ടിന്യൂസ്ലി പോയിട്ട് ഒരു സ്ഥലത്ത് രാത്രി ഇപ്പോൾ ഇപ്പൊ നമുക്കിപ്പം പകലാകുന്ന സമയത്ത് അപ്പുറത്തെ സൈഡിൽ അമേരിക്കയുടെ സൈഡിൽ എന്തായിരിക്കും, ഇരുടായിരിക്കും. അപ്പൊ അങ്ങനെ അവിടെ ഒരു സാറ്റലൈറ്റ് പോയത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഉപയോഗമുണ്ടോ? കാരണം വിഷ്വൽ കിട്ടൂലോ, മീൻസ് പ്രോപ്പർ ആയിട്ടുള്ള ഡേ വിഷ്വൽ കിട്ടൂലോ. അപ്പൊ നമ്മൾ അതിനു വേണ്ടി ചൂസ് ചെയ്തൊരു മെത്തേഡാണ് സൺ സിങ്ക്രണൈസ്ഡ് ഓർബിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മുടെ ഈ ഒരു എക്സാക്ട് ലോക്കൽ സോളാർ ടൈമിനനുസരിച്ചായിരിക്കും അതിന്റെ ഒരു പാത്ത് വരുന്നത്. ഇവിടെ വെളിച്ചം വരുന്ന സമയത്ത് അതിന്റെ ഇങ്ങോട്ടായിരിക്കും, അപ്പുറത്ത് വെളിച്ചം വരുന്ന സമയത്ത് അങ്ങോട്ടായിരിക്കും. അപ്പൊ ആ ഒരു ടൈപ്പ് ഓർബിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സൺ സിങ്ക്രണസ് ഓർബിറ്റ് എന്ന് പറയുന്നത്. ദെൻ അടുത്ത് വരുന്ന ഏതാണ്, നമ്മുടെ ഇക്വറ്റോറിയൽ ഓർബിറ്റ് ആണ്. എന്തായിരിക്കും ഇക്വറ്റോറിയൽ ഓർബിറ്റ്? ഇക്വേറ്ററിന് ചുറ്റും, ഇപ്പൊ ഇത് എർത്ത് ആണെങ്കിൽ ഇതല്ലേ ഇതിലൂടെ ഇക്വേറ്റർ പാസ് ചെയ്യുക, സെൻട്രൽ കൂടി പാസ് ചെയ്യുന്ന ലൈനാണ് ഇക്വേറ്റർ. ഓക്കെ, അപ്പം ഇതിലൂടെ പോകുന്ന സാധനത്തിനാണ് നമ്മൾ എന്ത് പറയാ, മീൻസ് അതിന്റെ അതിലൂടെ ഒരു സാറ്റലൈറ്റ് പോവുകയാണെങ്കിൽ അതാണ് എന്ത് പറയുന്നത്, നമ്മുടെ ഇക്വറ്റോറിയൽ ഓർബിറ്റ് അല്ലെങ്കിൽ ഈസ്റ്റ് ടു വെസ്റ്റ് ഓർബിറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, നമ്മൾ നോക്കുകയാണെങ്കിൽ കണ്ടിന്യൂസ് കമ്മ്യൂണിക്കേഷൻ ഓർ എ സ്പെസിഫിക് റീജിയൻ എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും നമ്മൾ നോക്കുന്ന സമയത്ത് ഇക്വറ്റോറിയൽ പ്ലെയിനിലായതുകൊണ്ട് തന്നെ എപ്പോഴും അവിടെ തന്നെ ഉണ്ടാവും. അപ്പൊ നമുക്ക് എന്താ പറയാ, ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടൊക്കെ എളുപ്പമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓർബിറ്റ് ആണ് എന്ത് ചെയ്യുന്നത്, ഇക്വറ്റോറിയൽ ഓർബിറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ക്ലാസിഫിക്കേഷനിൽ വരുന്നത് നമുക്ക് ലോ എർത്ത് ഓർബിറ്റ് ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു എർത്ത് ഓർബിറ്റ് നമുക്ക് എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും? ലോ എർത്ത് ഓർബിറ്റ് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ മീഡിയം എർത്ത് ഓർബിറ്റ് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ജിയോ സ്റ്റേഷനറി എർത്ത് ഓർബിറ്റ് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഇതിനോട് ഒരു ക്ലാസിഫിക്കേഷൻ കൂടെ വരുന്നുണ്ട്, ഹൈ എർത്ത് ഓർബിറ്റ് എന്ന് പറഞ്ഞ് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. പക്ഷെ മെയിൻ ആയിട്ട് ഈ മൂന്നെണ്ണമാണ് നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ സാറ്റലൈറ്റ് സ്പേസിലെത്തിയപ്പോൾ നമുക്ക് സാറ്റലൈറ്റിന് പോകാൻ വേണ്ടിയിട്ട് ഒരു പാത്ത് വേണം. ആ പാത്തിനാണ് നമ്മൾ എന്ത് വിളിച്ചത്, ഓർബിറ്റിന് വിളിച്ചത്. അപ്പൊ ഓർബിറ്റിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ് നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ആദ്യം എന്താ പറഞ്ഞത്, പോളാർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു,
നോർത്ത് സൗത്തിലേക്ക് പോകുന്ന ഓർബിറ്റിനാണ് നമ്മൾ എന്ത് പറയുന്നത്? പോളാർ ഓർബിറ്റ് എന്ന് പറയുന്നത്. അത് സിംഗിൾ ആയിരിക്കില്ല കേട്ടോ. എല്ലാ ആംഗിളിലും പോസിബിൾ ആയിട്ടുള്ള എല്ലാ ആംഗിളിലും നോർത്ത് സൗത്തിലേക്ക് പോകുന്ന ആ ഒരു പാത്തിനാണ് എന്ത് പറയുന്നത്? പോളാർ ഓർബിറ്റ് എന്ന് പറയുന്നത്. പക്ഷെ ഇക്വറ്റോറിയൽ ഓർബിറ്റ് എത്ര എണ്ണം ഉണ്ടാവും? ഒന്നല്ലേ ഉണ്ടാവും, ഒരു ഇക്വേറ്ററിലേ ഉള്ളൂ. ഓക്കെ, അപ്പം എന്താണ് ഇക്വേറ്ററും പഠിച്ചു. പിന്നെ ഏതായിരുന്നു പഠിച്ചത്? സൺ സിങ്ക്രണസ് ഓർബിറ്റും പഠിച്ചിട്ടുണ്ട്. അതെന്തായിരുന്നു? സണ്ണിന്റെ ഇതുമായിട്ട് സിങ്ക്രണൈസ് ചെയ്തിട്ടുള്ള ഓർബിറ്റിനാണ് എന്ത് പറയുന്നത്? സൺ സിങ്ക്രണസ് ഓർബിറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ക്ലാസിഫിക്കേഷൻ ആണ്. ഇത് ശരിക്കും വരുന്ന ക്ലാസിഫിക്കേഷൻ എന്നാൽ ബേസ്ഡ് ഓൺ എന്താണ്? ഈ ഒരു ക്ലാസിഫിക്കേഷൻ എന്താ വരുന്നത് പറയുന്നത്? ബേസ്ഡ് ഓൺ ഓൾട്ടിറ്റ്യൂഡ് ആണ്. ഓക്കെ, ബേസ്ഡ് ഓൺ ഓൾട്ടിറ്റ്യൂഡ് വരുന്ന ക്ലാസിഫിക്കേഷൻ ആണ് ഈ ലോ എർത്ത് ഓർബിറ്റും മീഡിയം എർത്ത് ഓർബിറ്റും അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ജിയോ സ്റ്റേഷനറി ഓർബിറ്റും വരുന്നത്. ഓക്കെ, അപ്പൊ ലോ എർത്ത് ഓർബിറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഒരു 50 to 1500 കിലോമീറ്റർ റേഞ്ചിൽ വരികയാണെങ്കിൽ ഓൾട്ടിറ്റ്യൂഡ്, അതായത് നമ്മുടെ സർഫസിൽ നിന്ന് ഒരു 50 to 1500 കിലോമീറ്റർ റേഞ്ചിൽ വരികയാണെങ്കിൽ ആ ടൈപ്പ് ഓർബിറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ലിയോ. വിജയന്റെ സിനിമ ഇല്ലേ ലിയോ? ഓക്കെ, അപ്പം ലിയോ ഇത്രയാണ് 50 to 1500 കിലോമീറ്റർ റേഞ്ചിൽ വരുന്നതാണ്. ഇത് നിങ്ങൾ എന്ത് ചെയ്യണ്ട, ഇങ്ങനെ ബൈ ഹാർട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതിൽ ഇങ്ങനെയല്ല ക്വസ്റ്റ്യൻ വരിക. പക്ഷെ നിങ്ങൾക്ക് ഇനിയിപ്പം ഏതെങ്കിലും ഒരു സ്പേസ് മിഷൻ വരുന്ന സമയത്ത് അതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു ടേം വന്നാൽ എന്ത് ചെയ്യണം? ഇതിങ്ങനെയാണെന്നുള്ള കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പഠിക്കേണ്ടത്. അല്ലാതെ ഇതിപ്പോൾ 1500 കിലോമീറ്റർ ഇങ്ങനെ പോകുന്നു, 1500 കിലോമീറ്റർ 50 കിലോമീറ്റർ അങ്ങനെ പഠിച്ചു വെക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് വെക്കുക, ഇന്നതാണ് കാര്യം. ഇനി പേപ്പർ വായിക്കുന്ന സമയത്ത് ലോ എർത്ത് ഓർബിറ്റ് അങ്ങനെ എന്തെങ്കിലും കണ്ടാൽ നമുക്ക് ഇതുമായിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റണം. അതാണ് ഞാൻ പറഞ്ഞത്, നോട്ട് വാങ്ങുക, ബാക്ക് സൈഡിൽ എന്താ എഴുതുക? കറണ്ട് അഫയേഴ്സ് ലിങ്ക് ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പൊ എന്താണ്? ഇപ്പൊ ഇത് എർത്ത് സർഫസ് ആണ്. എർത്ത് സർഫസിന് ഇങ്ങനെ വരികയാണ്, ഒരു 50 to 1500 കിലോമീറ്റർ വരികയാണെങ്കിൽ ആ ഒരു ഓർബിറ്റിനെ പറയുന്ന പേരാണെന്ത്? ലിയോ. അപ്പൊ എന്താണ് ഇതിന്റെ ഒരു പ്രാവശ്യം എർത്തിന് ചുറ്റാൻ എടുക്കുന്ന പീരീഡിന് പറയുന്ന പേരാണെന്ത്? അതിന്റെ ഓർബിറ്റൽ പീരീഡ് എന്ന് പറയുന്നത്. അപ്പം ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് തിരിച്ച് അവിടെ എത്താനുള്ള പീരീഡിനാണ് നമ്മൾ പറയുന്നത്. അത് ഏകദേശം എത്ര വരും? 95 to 120 മിനിറ്റ്സ് ആണ് ഈ ഒരു ലോ എർത്ത് ഓർബിറ്റിന്റെ ഓർബിറ്റൽ സ്പീഡ്, ഓർബിറ്റൽ പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എത്രയായിരുന്നു അതിന്റെ ഡിസ്റ്റൻസ്? എത്രയായിരുന്നു? 50 to 1500. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ് ഇനി അടുത്ത എന്താണ്? നമ്മൾ ഭൂമിയിൽ നിൽക്കുന്ന സമയത്ത് ഇന്നിങ്ങനെ തിരിഞ്ഞുകൊണ്ട് നിൽക്കല്ലേ, സാറ്റലൈറ്റ് ഇങ്ങനെ തിരിഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ഈ സാറ്റലൈറ്റ് നമ്മൾ കാണും. അപ്പൊ നമുക്ക് എർത്തിൽ ഇവിടെ ഒരു റിസീവിങ് സ്റ്റേഷൻ ഉണ്ട്. ഓക്കെ, ഇതിങ്ങനെ കറങ്ങിക്കൊണ്ട് നിൽക്കാം. നമുക്ക് എത്ര ടൈം കൊണ്ട് എത്ര ടൈം വരെ ഈ ഒരു സാറ്റലൈറ്റിനെ, ഇവിടെ ഒരു സാറ്റലൈറ്റ് ഉണ്ട് വിചാരിച്ചോ, ഈ ഒരു സാറ്റലൈറ്റിനെ ഈ ഒരു സ്റ്റേഷനിൽ കാണാൻ പറ്റും? നമ്മൾ എർത്ത് നോക്കുകയാണെങ്കിൽ എത്രയാണ്? ഒരു 20 മിനിറ്റ്സ് വരെ. 20 മിനിറ്റ്സ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ ഒരു സ്റ്റേഷനിൽ അത് വിട്ടുപോകും. പിന്നെ ആ സ്റ്റേഷനായിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ ഒരു ലിയോ ഓർബിറ്റ് ഒക്കെ യൂസ് ചെയ്ത് കമ്മ്യൂണിക്കേഷൻ നടത്തുകയാണെങ്കിൽ എന്താണ്, ഒരു സാറ്റലൈറ്റ് മാത്രം യൂസ് ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഗ്രൂപ്പ് ഓഫ് സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്തിട്ടാണ് ഈ ഒരു ലോ എർത്ത് ഓർബിറ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ കമ്മ്യൂണിക്കേഷനോ അങ്ങനെയുള്ള കാര്യങ്ങളും നടത്തുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ try to ensure a high elevation for every spot on Earth, thus providing a high quality communication link. അപ്പൊ എന്താണ് ഈ ഒരു ഹൈ എലിവേഷൻ എന്ന് പറഞ്ഞാൽ? ഈ സാറ്റലൈറ്റ് ഒരു ഹൈ എലിവേഷൻ എർത്തിന്റെ എല്ലാ സ്പോട്ടിലും കൊടുക്കുന്നത് കൊണ്ട് തന്നെ എന്തായിരിക്കും? ഒരു ഹൈ ക്വാളിറ്റി കമ്മ്യൂണിക്കേഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്താണ് ഈ ഹൈ എലിവേഷൻ എന്നുള്ള കാര്യം മനസ്സിലാക്കേണ്ടത്? അപ്പൊ നമ്മൾ എടുക്കുകയാണ്, നമ്മുടെ എർത്താന്ന് വിചാരിച്ചു, ഇത് നമ്മുടെ ലിയോ. ഇവിടെ ഒരു സാറ്റലൈറ്റ് ഉണ്ട്,
നമ്മുടെ എർത്തിന്റെ സെന്റർ. ഓക്കെ ഓക്കെ, ഇത് നമ്മുടെ എർത്തിന്റെ സെന്റർ, ഇത് നമ്മുടെ സാറ്റലൈറ്റ്, നമ്മുടെ ഗ്രൗണ്ട് സ്റ്റേഷൻ. അപ്പം ഈ ഒരു എന്താ പറയാ, ഈ സാറ്റലൈറ്റിൽ നിന്ന് നമ്മുടെ എർത്തിന്റെ സെന്ററിലേക്ക് ഒരു ലൈൻ വരയ്ക്കാം. അതുപോലെ തന്നെ ഈ ഗ്രൗണ്ട് സ്റ്റേഷനിൽ നിന്നും എർത്തിന്റെ സെന്ററിലേക്ക് ഒരു ലൈൻ വരയ്ക്കാം. ഈ സാറ്റലൈറ്റും അതുപോലെ തന്നെ ഗ്രൗണ്ട് സ്റ്റേഷനും തമ്മിൽ ഒരു ലൈൻ വരയ്ക്കാം. ദെൻ എന്താണ്, ഈ ഗ്രൗണ്ട് സ്റ്റേഷനും നമ്മുടെ ഇതില്ലേ സാറ്റലൈറ്റിൽ നിന്ന് പോകുന്ന ലൈനും തമ്മിൽ യോജിപ്പിച്ചാൽ അവിടെ ഉണ്ടാകുന്ന ആ ഒരു ആംഗിളിനാണ് നമ്മൾ എന്ത് പറയുന്നത്, എലിവേഷൻ ആംഗിൾ എന്ന് പറയുന്നത്. അപ്പൊ ഹൈ എലിവേഷൻ കൊടുക്കുക എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇതിന് ഹൈ എലിവേഷൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഡിസ്റ്റൻസ് ആണോ? ഈ ആംഗിൾ വെച്ച് ആലോചിച്ച് നോക്കിയേ, ആംഗിൾ എന്തായിരിക്കണം, കുറച്ച് വലുതാണെന്നാല് അപ്പൊ ഇങ്ങനെ ഒരു ആംഗിൾ വരുന്ന സമയത്ത് അതിന്റെ എലിവേഷൻ എന്തായിരിക്കും, മാക്സിമം ആയിരിക്കും മിനിമം ആയിരിക്കും? എലിവേഷൻ മാക്സിമം എപ്പോൾ ആയിരിക്കും? 90 ഡിഗ്രി വരുമ്പോൾ എലിവേഷൻ മാക്സിമം ഉണ്ടാകുക, ഡൗട്ട് ഉണ്ടായില്ലേ? എലിവേഷൻ 0 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഇങ്ങനെ ആയിരിക്കും അല്ലേ? അപ്പം എലിവേഷൻ ഉണ്ടാവില്ല. 90 ഡിഗ്രി എന്ന് പറയുന്നത് എന്തായിരിക്കും, അപ്പം നമ്മുടെ ഗ്രൗണ്ട് സ്റ്റേഷൻ ഉണ്ടെങ്കിൽ സാറ്റലൈറ്റ് എന്തായിരിക്കും, മാക്സിമം മാക്സിമം എലിവേഷൻ എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് പെർപെൻഡിക്കുലർ, ഗ്രൗണ്ട് സർഫസിന് ഓൾമോസ്റ്റ് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന ആ ഒരു സമയത്താണ് നമ്മൾ എന്ത് പറയുന്നത്, ഹൈ എലിവേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ ഒരു സാറ്റലൈറ്റ് വരുന്ന സമയത്ത് അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയായിരിക്കും? വൈഡർ കവറേജ്, പക്ഷെ എന്താണ്, ലോ എർത്ത് ഓർബിറ്റ് അല്ലേ? ഇപ്പൊ ലോ എർത്ത് ഓർബിറ്റ് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എന്തായാലും അതിനൊരു കവറേജ് കുറവായിരിക്കും കമ്പാരിറ്റീവ്ലി. കാരണം ഞാനിപ്പം ഇവിടുന്ന് ഒരു ഫോട്ടോ എടുക്കുന്നതും ഇവിടുന്ന് ഒരു ഫോട്ടോ എടുക്കുന്നതും തമ്മിൽ ഡിഫറൻസ് ഇല്ലേ? ഇതിനെ കവറേജ് കൂടുതൽ ഉണ്ടാവുക മുകളിൽ നിന്ന് എടുക്കുന്നതാണല്ലേ. ഓക്കെ, താഴെ എടുക്കുന്നത് എന്തായാലും കുറച്ചുകൂടി കവറേജ് കുറവായിരിക്കും. അപ്പൊ ഇതിന്റെ കേസിൽ സെയിം, മറ്റേ നമ്മൾ മീഡിയം എർത്ത് ഓർബിറ്റ് പഠിക്കുന്ന സമയത്തും അല്ലെങ്കിൽ ജിയോ സ്റ്റേഷനറി പഠിക്കുന്ന സമയത്തും എന്തായിരിക്കും, അതിനായിരിക്കും കമ്പയർ ടു ഇതിനെക്കാട്ടും കവറേജ്. അല്ലാതെ ഇത് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്, ഇത് വെച്ച് നോക്കുന്ന സമയത്ത് എന്താണ്, ഓ അല്ല, നമ്മൾ ഇവിടെ വെക്കുന്ന സമയത്ത് എന്തായിരിക്കും, ഡിസ്റ്റൻസ് കുറവായിരിക്കും. ഡിസ്റ്റൻസ് കുറവായിരിക്കുന്നതുകൊണ്ട് തന്നെ എന്തായിരിക്കും, അതിന്റെ എന്താ പറയാ, ആന്റിന നമ്മൾ ഇതിന്റെ എന്താ പറയാ പവർ ജനറേഷൻ അല്ലെങ്കിൽ ഇതിന്റെ സിഗ്നൽ സ്ട്രെങ്ത് ഒക്കെ ഇല്ലേ, സിഗ്നൽ സ്ട്രെങ്ത് ഒക്കെ നമുക്ക് കുറച്ച് മതിയാവും. പിന്നെ അതുപോലെ തന്നെ എന്താണ്, എന്തോ ഒരു പോയിന്റ് കൂടി ഉണ്ടായല്ലോ, ഓക്കെ. അപ്പൊ എന്താണ്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സാധനങ്ങൾ ഉണ്ടാവില്ല. ഇപ്പം ഒബ്സ്ട്രക്ഷൻസ് കുറവായിരിക്കും. ഈ ലോ എർത്ത് ഓർബിറ്റ് നേരെ സണ്ണിന്റെ മുകളിലായതുകൊണ്ട് വിസിബിൾ സ്കൈ അല്ലേ. ഇപ്പം നമ്മൾ ഇങ്ങനെ വന്നു, ആംഗിൾ ഇങ്ങനെയാണ്. ഇപ്പം ഇവിടെ എന്തെങ്കിലും ബിൽഡിങ്ങോ അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതിവിടെ ഒബ്സ്ട്രക്റ്റ് ആവില്ലേ. നമ്മൾ നേരെ ഹെഡിന്റെ ഇവിടെ വരുന്ന സമയത്ത് എന്തായിരിക്കും, കുറച്ചുകൂടി ഒബ്സ്ട്രക്ഷൻ ഫ്രീ ആയിരിക്കും കമ്പയർ ടു നമ്മുടെ ഈ ആൾട്ടിറ്റ്യൂഡ് മീൻസ് അല്ലെങ്കിൽ എലിവേഷൻ മാറുന്ന സമയത്ത് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കാം. ക്ലിയർ അല്ലേ? ഡൗട്ട് ഉണ്ടോ? ഓക്കെ. അപ്പൊ ഈ ഒരു ലോ എർത്ത് ഓർബിറ്റിനെ തന്നെ നമുക്ക് എന്തായി ക്ലാസിഫൈ ചെയ്യാൻ പറ്റും, 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ അത് നോക്കുന്ന സമയത്ത് ഏതൊക്കെ വരുന്നത്, ഫസ്റ്റ് നമുക്ക് വരുന്ന ആളാണ് ലിറ്റിൽ ലിയോ എന്ന് പറഞ്ഞിട്ട്, കുഞ്ഞൻ ലിയോ. ഓക്കെ, അപ്പൊ നമുക്ക് അതിൽ ഫസ്റ്റ് വരുന്ന ആളാരാണ്, ലോ എർത്ത് ഓർബിറ്റ് അതായത് ലിയോനെ നമുക്ക് 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഒന്ന് ലിറ്റിൽ ലിയോ, രണ്ടാമത്തെ ആരാണ്, ബിഗ് ലിയോ, ചെറിയ ലിയോ അതിന്റെ ബിഗ് ലിയോ. അടുത്ത ആരാണ്, ബ്രോഡ്ബാൻഡ് ലിയോ എന്ന് പറയും.
ഓക്കെ, അപ്പൊ ലിറ്റിൽ ലിയോ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ലോ ബാൻഡ് വിട്ടുള്ള സർവീസിനെയാണ് നമ്മൾ എന്ത് പറയാ? ലിറ്റിൽ ലിയോ എന്ന് പറയാം. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു സ്പീഡ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? 100 ബിറ്റ്സ് പെർ സെക്കൻഡ് എന്നൊക്കെ പറയാൻ പറ്റും. ഓക്കെ, ഈ ബിറ്റും ബൈറ്റും ഒക്കെ എന്താണെന്ന് അറിയോ? ബിറ്റും ബൈറ്റും എല്ലാവരും ഫോണൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരല്ലേ? നമ്മുടെ നെറ്റ്വർക്കിന് എത്ര സ്പീഡ് കിട്ടും? അപ്പൊ നമ്മൾ മാത്തമാറ്റിക്കൽ അൽഗോരിതത്തിലാണ് ഈ സാധനങ്ങളൊക്കെ ചെയ്യുക. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ നമുക്ക് എന്താ, നമ്മളൊരു ബൈനറി സംഭവത്തിലാണ് എന്ത് ചെയ്യുക, ഇതിൻ്റെ അത് സാധനങ്ങളൊക്കെ കോഡ് ചെയ്ത് വെക്കുക. അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്നത് അതിന് 1ഉം 0ഉം ആണ്. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഇപ്പൊ ഒരു എന്താ പറയാ, ഒരു എ എന്ന് പറഞ്ഞ ആൽഫബറ്റ് ഇതിൻ്റെ അകത്ത് വരണമെങ്കിൽ കൂടെ നമ്മൾ ഇതിൻ്റെ അകത്ത് 1 and 2ന്റെ ആ ഒരു കോമ്പിനേഷൻ വെച്ചിട്ടാണ് എ എന്ന് പറഞ്ഞൊരു സാധനവും നമുക്ക് കിട്ടുക. അപ്പൊ നമ്മളിപ്പോ നോക്കുകയാണെങ്കിൽ 1 0 0 1 0 0 1 1 എന്നൊക്കെ പറയുകയാണെങ്കിൽ അങ്ങനെ ഒരു കോഡ് വരികയാണ്. അപ്പൊ ഇതിൻ്റെ അകത്ത് വരുന്ന ഈ ഒരു ബോക്സിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ബിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് ടോട്ടൽ 8 സാധനമില്ലേ? അപ്പൊ 8 സാധനത്തിനെയും കൂടി കൂട്ടിയിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? ബൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിനെ നമ്മൾ സ്മോൾ ലെറ്റർ ബി വെച്ചിട്ടും ഇതിനെ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ ബി വെച്ചിട്ടും ഡിനോട്ട് ചെയ്യും. ബാക്കി നമ്മൾ ഇതിന് കൂടുന്നതിനനുസരിച്ചിട്ട് എന്താ പറയാ, MB എന്നും ജിഗാബൈറ്റ് എന്നും ഒക്കെ പറയും. ഓക്കെ, അപ്പം ഈ ഒരു സിംഗിൾ ബോക്സിന് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു സിംഗിൾ ബോക്സിനാണ് നമ്മൾ എന്താ പറയുന്നത്? ബിറ്റ് എന്ന് പറയുന്നത്. അതിന്റെ ടോട്ടൽ 8 ബിറ്റ് ചേർന്നിട്ടാണ് എന്ത് വരുന്നത്? ഒരു ബൈറ്റ് വരുന്നത്. ബട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്ന കാര്യമല്ല, ലീവ് ഇറ്റ്. അപ്പം ലോ ബാൻഡ് വിഡ്ത്ത് സർവീസിനാണ് നമ്മൾ എന്ത് പറയാ? ലിറ്റിൽ ലിയോ എന്ന് പറയാം. അതിന്റെ സ്പീഡ് എന്ന് പറയുന്നത് ഒരു 100 ബിറ്റ്സ് പെർ സെക്കൻഡ്. ഇങ്ങനെയുള്ള ഒരു 100 എണ്ണം വന്നാൽ ഒരു സെക്കൻഡിൽ അങ്ങനെയുള്ള 100 എണ്ണം ട്രാൻസ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനാണ് എന്ത് പറയുന്നത്? ലിറ്റിൽ ലിയോ എന്ന് പറയുന്നത്. നമുക്ക് എന്തിനൊക്കെ ഒരു സിമ്പിൾ മെസ്സേജ്, വൈൽഡ് ലൈഫ് ട്രാക്കിംഗ്, എൻവയോൺമെന്റൽ മോണിറ്ററിങ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് എന്ത് പറയുന്നത്? ഈ ഒരു ലിറ്റിൽ ലിയോ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ബിഗ് ലിയോ നോക്കുകയാണെങ്കിൽ എന്തായിരിക്കും? ഒരു മോഡറേറ്റ് റേറ്റിൽ നമ്മുടെ ഈ ഒരു സാധനം നടക്കുകയാണെങ്കിൽ അതിന്റെ എന്താണ് 1 കിലോ ബിറ്റ്സ് പെർ സെക്കൻഡ് ഒക്കെ പോവുകയാണെങ്കിൽ എന്താണ് അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബിഗ് ലിയോന്റെ ക്ലാസിഫിക്കേഷനിൽ വരുത്താൻ പറ്റും. അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ അത് എവിടെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും? സാറ്റലൈറ്റ് വോയിസ് സർവീസ്, അതായത് സാറ്റലൈറ്റ് ഫോൺസ്, നമ്മുടെ പേജിങ്, ഫാക്സ്, ലോ സ്പീഡ് ഡാറ്റ ട്രാൻസ്മിഷൻ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ആളാണ് ആര്? നമ്മളെ ബിഗ് ലിയോ. ഓക്കെ, അപ്പം ലിയോന്റെ 2 ക്ലാസിഫിക്കേഷൻ ആണ്, ലിറ്റിൽ ലിയോയും അതുപോലെ തന്നെ എന്ത് നമ്മുടെ ബിഗ് ലിയോയും വരുന്നത്. ഇനി അടുത്ത ക്ലാസിഫിക്കേഷൻ ആരായിരുന്നു? ബ്രോഡ്ബാൻഡ് ലിയോ. അപ്പം ബ്രോഡ്ബാൻഡ് ലിയോ എന്തായിരിക്കും? ഹൈ ലെവൽ ഇതായിരിക്കും, 2 MB വരെ അങ്ങനെയുള്ള റേഞ്ചിലേക്കൊക്കെ വരുന്ന സാധനങ്ങളാണ് ബ്രോഡ്ബാൻഡ് ലിയോ എന്ന് പറയുന്നത്. മെയിൻ ആയിട്ട് നമുക്ക് വരുന്നത് ഹൈ സ്പീഡ് ഇന്റർനെറ്റ് ആക്സസ്, വീഡിയോ സ്ട്രീമിംഗ്, കോർപ്പറേറ്റ് നെറ്റ്വർക്കിംഗ്, നമ്മുടെ സ്റ്റാർലിങ്കും സ്പേസ് എക്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന ഒരു ഓർബിറ്റിലേക്ക് വരുന്ന സാധനങ്ങളാണ് എന്ത് വരുന്നത്? നമ്മുടെ ആര് വരുന്നത്? ബ്രോഡ്ബാൻഡ് ലിയോ വരുന്നത്. ഓക്കെ അല്ലേ? അപ്പം നമ്മുടെ 3 ക്ലാസിഫിക്കേഷൻ, ലോ എർത്ത് ഓർബിറ്റിന്റെ 3 ക്ലാസിഫിക്കേഷൻ ആണ് ഇത്രയും നേരവും ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ആരൊക്കെയായിരുന്നു വന്നത്? ലിറ്റിൽ ലിയോ, ബിഗ് ലിയോ, ബ്രോഡ്ബാൻഡ് ലിയോ. തമ്മിലുള്ള ഡിഫറൻസ് ഓക്കെ അല്ലേ? ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ലോ എർത്ത് ഓർബിറ്റ് ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയായിരിക്കും? അഡ്വാൻറ്റേജസ് ഓഫ് യൂസിങ് ലോ എർത്ത് ഓർബിറ്റ്, അല്ലെങ്കിൽ ലിയോ യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയായിരിക്കും? അപ്പൊ ഒന്നാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ കവറേജ് ആണ്. നമ്മുടെ ജിയോ പറയുന്നതിൻ്റെ തൊട്ട് ട്രൂ 5G എന്ന് പറയുന്നതിൻ്റെ തൊട്ട് എന്താണ്?
ലിയോന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ട്രൂ ഗ്ലോബൽ കവറേജ് ആണ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ഗ്ലോബ് എടുത്ത് വെച്ചു, പെന്നിങ്ങനെ കുത്തി കംപ്ലീറ്റ് ആക്കിയാൽ ആ ഗ്ലോബ് ഫുള്ള് നമ്മളെ പെന്നിന്റെ മാർക്കിംഗ് വരൂലേ. അപ്പോൾ നോർത്ത് പോൾ ടു സൗത്ത് പോൾ എൻ്റയർ ഏരിയ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ലിയോ വെച്ചിട്ട് കവർ ചെയ്യാൻ പറ്റും. അപ്പൊ അത് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പിന്നെ എന്താണ്, എഫിഷ്യന്റ് യൂസ് ഓഫ് സ്പെക്ട്രം ആണ്. സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ എന്താ, സ്പെക്ട്രം ഇതിന്റെ ബുക്കല്ല, മോഡൽസിന്റെ ബുക്കല്ല, നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് കേട്ടില്ലേ, വേവ് ലെങ്ത്തിന്റെ അടിസ്ഥാനത്തിൽ ഓരോ സാധനത്തിന് ഇങ്ങനെ അറേഞ്ച് ചെയ്ത ആ ഒരു സാധനത്തിന് പറയുന്നതാണ് സ്പെക്ട്രം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യുക റേഡിയോ വേവ് ഫ്രീക്വൻസി ഉള്ള വേവ്സിനെയാണ് യൂസ് ചെയ്യുക. അപ്പം നമ്മൾ പറഞ്ഞു എന്താണ്, ഇതിന് ഒരു 20 മിനിറ്റ് ആണ് എന്ത് വരുന്നത്, 20 മിനിറ്റ് എന്താ വരുന്നത്, സ്പീഡാണ് 20 മിനിറ്റ്. സ്പീഡ് നമ്മൾ മിനിറ്റ് വെച്ചിട്ടപ്പോ പറയാ, 20 മിനിറ്റ് എന്തായിരുന്നു ലിയോന്റെ? ആ, അപ്പൊ നമ്മൾ ഒരു എർത്തുനിന്ന് ഒരു സ്റ്റേഷനിൽ നോക്കുകയാണെങ്കിൽ അതിന് എത്ര നേരം കാണാൻ പറ്റുന്നുള്ള ഒരു ഇതാണ് 20 മിനിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ 20 മിനിറ്റ് കഴിഞ്ഞാൽ ഈ സ്റ്റേഷൻ ഇത് കട്ട് ചെയ്തിട്ട് അടുത്ത സ്റ്റേഷനിലേക്ക് പോകും. ഓക്കെ, ഈ ഒരു സ്റ്റേഷനിൽ ഇപ്പം ഇതിന് 20 മിനിറ്റ് കൊണ്ട് കണ്ടു. അപ്പൊ 20 മിനിറ്റ് കഴിഞ്ഞാൽ ഇത് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ എന്ത് വേണം, ഇത് പോകുന്ന സമയത്ത് അടുത്ത സാറ്റലൈറ്റ് ഇവിടെ വന്ന് നിൽക്കണം, എന്നാലാണ് പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ കിട്ടും. ഇത് അതുമായിട്ടും കണക്ട് ചെയ്യണം. അപ്പൊ അതിലേക്ക് പോകണ്ട. ഇപ്പൊ എന്ത് ചെയ്യാണ്, ഇത് 20 മിനിറ്റ് ഇവിടെ കട്ടായി. 20 മിനിറ്റ് കട്ടാകുന്ന ഇതിൽ നിന്ന് യൂസ് ചെയ്യുന്ന ഫ്രീക്വൻസി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത സ്റ്റേഷനിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ ഇങ്ങനെ പോവുകയാണ്. അപ്പം ഇന്ത്യയിലെ ഒരു പോയിന്റിൽ വന്നിട്ട് ഒരു ഫ്രീക്വൻസി യൂസ് ചെയ്തു, കുറച്ചുകൂടി നമ്മൾ മേലേക്ക് പോയി റഷ്യൻ്റെ അടുത്തെത്തി. അപ്പൊ റഷ്യൻ്റെ അടുത്തെത്തിയ സെയിം ഫ്രീക്വൻസിനെ നമുക്ക് അവിടെ യൂസ് ചെയ്തൂടെ, ഇന്റർഫിയറൻസ് വരൂലാരോ, മെർജിങ് വരൂലാരോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്പെക്ട്രത്തിന്റെ എഫിഷ്യന്റ് യൂസേജ് നമുക്ക് ഈ ഒരു ലിയോ കാരണം നമുക്ക് ഉറപ്പാക്കാൻ പറ്റുന്നുള്ള കാര്യവും കൂടെ ഓർത്തിരിക്കുക. അതുപോലെ തന്നെ എന്താണ്, ലോ പാത്ത് ലോസ് ആണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്മോൾ ടെർമിനൽ യൂസ് ചെയ്യാൻ പറ്റും. ലോ പാത്ത് ലോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം എന്താണ്, ട്രാൻസ്മിഷൻ ചെയ്യുന്ന സമയത്ത് ഡിസ്റ്റൻസ് ഒന്നാമത് കുറവാണ്. അപ്പം ഈ ഒരു പ്രസരണ നഷ്ടം എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയില്ലേ, ട്രാൻസ്മിഷൻ ലോസ് ഇലക്ട്രിസിറ്റി കേബിളിൻ്റെ അകത്താണ് മെയിൻ ആയിട്ട് നമ്മൾ പറയും. അപ്പോൾ സെയിം സാധനം എവിടെയും വരും, ഈ ഒരു വേവ് വരുന്നതിനനുസരിച്ച് തട്ടും. കാരണം നമുക്ക് എന്തെങ്കിലും ആക്റ്റീവ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ തട്ടി റിഫ്ലക്ട് ചെയ്ത് പോകാനുള്ള കാര്യങ്ങളൊക്കെ പോസിബിൾ ആണ്. അപ്പൊ ആ സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ലോസ് സംഭവിക്കാം. പക്ഷെ ഈ ലിയോ എന്ന് പറയുന്നത് എത്രയായിരുന്നു, 50 to 1500 കിലോമീറ്റർ റേഞ്ചിൽ വരുന്നത് കൊണ്ട് തന്നെ എന്താണ്, ആ ഒരു പ്രസരണ നഷ്ടം എന്ന് പറയുന്നത് എന്തായിരിക്കും, കുറവായിരിക്കും. അതുപോലെ തന്നെ ഈ സാധനം എന്ന് പറയുന്നത് എന്തായിരിക്കും, നമ്മൾ മാക്സിമം എലിവേഷനിൽ വരുന്നത് കൊണ്ട് തന്നെ, കാരണം പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും മോസ്റ്റ് പ്രോബബിളി വരിക. അപ്പൊ അതുകൊണ്ട് തന്നെ എന്തായിരിക്കും, പാത്ത് ലോസ്, അതിന്റെ ഇടയ്ക്കുള്ളൊരു ലോസ്, എന്താ ആ ഒരു പ്രസരണ നഷ്ടം, ട്രാൻസ്മിഷൻ ലോസ് എന്ന് പറയുന്നത് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ താഴെയുള്ള സ്റ്റേഷൻസിൽ എന്തായിരിക്കും, ഹെവി ടെർമിനൽസ് വേണ്ടി വരില്ല. നമുക്ക് സ്മോൾ ടെർമിനൽസ് ഉണ്ടെങ്കിൽ കൂടെ എന്തായിരിക്കും, സിഗ്നൽ റിസീവ് ചെയ്യുന്ന കാര്യം പോസിബിൾ ആയിരിക്കും. ഓക്കെ, ദെൻ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്, പ്രൊപ്പഗേഷൻ ഡിലേ എന്ന് പറയുന്നത് എന്തായിരിക്കും, വളരെ കുറവായിരിക്കും. പ്രൊപ്പഗേഷൻ ഡിലേ നമുക്ക് വരുന്നത് ഒരു 10 മില്ലി സെക്കൻഡ്സ് ഒക്കെയാണ് നമുക്ക് പ്രൊപ്പഗേഷൻ ലോസ് വരുന്നത്. അപ്പം എന്താ ഈ പ്രൊപ്പഗേഷൻ ഡിലേ എന്നൊക്കെ പറഞ്ഞാല്, ലാറ്റൻസി എന്ന് കേട്ടിക്കോ, കേട്ടില്ല? ആരും മൊബൈൽ യൂസ് ചെയ്തിട്ട് ഡാറ്റാന്റെ സ്പീഡൊന്നും ചെക്ക് ചെയ്യില്ലേ? അപ്പം അതിൻ്റെ അകത്ത് മറ്റേ ഡൗൺലോഡ് കഴിഞ്ഞിട്ട് ഒരു സാധനം കാണിക്കല്ലോ, അങ്ങനത്തെ സാധനം ലാറ്റൻസി ഒന്നും ഇത് കണ്ടിട്ടില്ല? ഒരു മില്ലി സെക്കൻഡിലൊക്കെ പറഞ്ഞിട്ട് ഒരു വാല്യൂ കിട്ടൂലേ? അപ്പൊ ലാറ്റൻസി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമുക്ക് ഇവിടുന്ന് ഒരു സിഗ്നല് പുറപ്പെട്ടു, ആ സിഗ്നൽ ഇവിടെ വന്നിട്ട് തിരിച്ച് അവിടെ തന്നെ എത്തുന്നു. അപ്പം എന്താണ്, ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി ആചാര്യയിൽ വന്നു, തിരിച്ച് ഞാൻ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോയി. ആ ഒരു ഇതിനെ പറയുന്നതാണ് പ്രൊപ്പഗേഷൻ ഡിലേ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ ചെയ്താലല്ലേ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആവുള്ളൂ.
അപ്പോൾ പ്രൊപ്പഗേഷൻ ഡിലേ അല്ലെങ്കിൽ ലാറ്റൻസി എന്ന് പറയാൻ പറ്റും. ലിയോയുടെ കേസിൽ എന്തായിരിക്കും? കുറവായിരിക്കും, ഒരു 10 മില്ലി സെക്കൻഡ്സ്. ചെറിയൊരു ടൈമല്ല, ഒന്ന് കണ്ണ് ചിമ്മാനുള്ള ടൈമില്ല 10 മില്ലി സെക്കൻഡ്സ് എന്ന് പറയുമ്പോൾ. അപ്പൊ അതാണ് എന്ത് വരുന്നത്, ഇതിന്റെ അഡ്വാൻറ്റേജസ് വരുന്നത്. എന്ന് പറഞ്ഞു നോക്കിയേ എന്തൊക്കെയാ വരുന്നത്. ഫസ്റ്റ് അഡ്വാൻറ്റേജ് ലിയോന്റെ കേസിൽ ഗ്ലോബൽ കവറേജ് കിട്ടും, സ്പെക്ട്രത്തിന്റെ എഫിഷ്യന്റ് യൂസേജ് പറ്റും, പാത്ത് ലോസ് കുറവായിരിക്കും, അതുകൊണ്ട് തന്നെ ടെർമിനൽസ് സ്മോളർ ആയിട്ടുള്ള ടെർമിനൽസ് മതി. ദെൻ എന്താണ്, ഓക്കെ, പ്രൊപ്പഗേഷൻ ലോസ് അല്ലെങ്കിൽ പ്രൊപ്പഗേഷൻ ഡിലേ അല്ലെങ്കിൽ ലാറ്റൻസി. ഓക്കെ, ഇതൊന്നും ക്ലിയർ ആവുന്നില്ല അല്ലേ? ഓക്കെ, അപ്പം ഇത്രയാണ് നമ്മളെ ലിയോന്റെ അഡ്വാൻറ്റേജ് വരുന്നത്. ഇനി നമ്മൾ നോക്കുകയാണ് എന്ത് അഡ്വാൻറ്റേജ് ഉള്ള സാധനത്തിന് കുറച്ച് ഡിസഡ്വാൻറ്റേജ് വരൂലേ? അപ്പൊ എന്തൊക്കെയായിരിക്കും ഡിസഡ്വാൻറ്റേജ്? അപ്പൊ നമ്മൾ പറഞ്ഞു ഇത് ഹൈ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുന്ന സാധനമാണ്. ഒരു സാറ്റലൈറ്റ് ഈ ഒരു ലിയോയിൽ വന്നാൽ റൊട്ടേറ്റ് ചെയ്യുന്ന സാധനമാണ്. എർത്തിന്റെ റൊട്ടേഷനായിട്ട് മിസ്മാച്ച് വരും. ഓക്കെ, മിസ്മാച്ച് ദ പീരിയോഡ്, ഓർബിറ്റൽ പീരീഡ് ഓഫ് സാറ്റലൈറ്റ് ആൻഡ് എർത്ത്. എർത്തിന് റൊട്ടേറ്റ് ചെയ്യാൻ എത്ര സമയം വേണം? എർത്തിന്റെ ഓർബിറ്റൽ പീരീഡ് എത്രയാ? 360 പീരീഡ് ഉറപ്പിക്കും. അവന് എത്ര? എർത്ത് ഇതാവാൻ എത്ര സമയം എടുക്കും? 24 hours. എന്തെത്ര ഡൗട്ട്? 24 hours എടുക്കും. അപ്പം നമ്മുടെ ലിയോന്റെ എത്രയായിരുന്നു? മറിച്ചിട്ട് 95 to 110. അപ്പം കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്, ഭയങ്കര സ്പീഡിലാണ് എന്ത് വരുന്നത്, ലിയോ ചുറ്റുന്നത്. അപ്പൊ ഒബ്വിയസ് ആയിട്ട് അവിടെ എന്ത് വരും, ആ ഒരു ഓർബിറ്റൽ സ്പീഡിന്റെ മിസ്മാച്ച് വരും. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് അവിടെ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു മിസ്മാച്ച് വരും. ആ ഒരു ഫ്രീക്വൻസി എടുക്കുന്നത്, അല്ലെ ഒരു ഡോപ്ലർ എഫക്ട് എന്ന് പറയും നമ്മള്. ഡോപ്ലർ എഫക്ട് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മള് അറിയോ ഡോപ്ലർ എഫക്ട് എന്താണ്? കേട്ട്. അപ്പൊ നമ്മള് ഒരു സ്ഥലത്ത് നിൽക്കുകയാണ്, ഞാനൊരു സ്ഥലത്ത് സ്റ്റേഷനായിട്ട് നിൽക്കുകയാണ്, ഒരു ആംബുലൻസ് ഇങ്ങനെ പോവാ. അപ്പൊ ഈ സമയത്ത് ഇവിടുന്ന് ആംബുലൻസ് വരുമ്പോൾ ഞാനൊരു സൗണ്ട് കേൾക്കൂലേ? പക്ഷെ ആംബുലൻസ് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ഞാൻ കേൾക്കുന്നുണ്ടാവും, സൗണ്ട് കൂടി വരൂലേ? ഓക്കെ, അത് കഴിഞ്ഞ് ആംബുലൻസ് എന്നെ പാസ് ചെയ്തിട്ട് ആംബുലൻസ് പിന്നെയും പോയി. അപ്പൊ എനിക്ക് എന്ത് കേൾക്കാൻ പറ്റും? സൗണ്ട് കുറഞ്ഞു വരുന്ന സാധനം കേൾക്കും. സെയിം എഫക്റ്റ് ആണ് ഇവിടെ വരുന്നത്. കാരണം നമ്മുടെ ഈ ഓർബിറ്റ് ഇവിടെ വന്നു, ഓർബിറ്റിനെ നമ്മൾ ഇവിടെ നിന്ന് ക്യാച്ച് ചെയ്തു, നമുക്ക് സിഗ്നൽ കിട്ടി. പിന്നെ നമ്മൾ ഓർബിറ്റ് നമ്മുടെ ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ടുള്ള പോയിന്റ് വന്നു, പിന്നെ എന്ത് ചെയ്തു, പിന്നെ നമ്മളെ വിട്ടുപോവുകയാണ്. അപ്പൊ എന്ത് ചെയ്യും, ആ ഒരു ഫ്രീക്വൻസി അല്ലെങ്കിൽ റിസീവ് ചെയ്യുന്ന സിഗ്നലിന്റെ ഫ്രീക്വൻസിയിൽ ഒരു ചേഞ്ച് വരും. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് വരും, അവിടെ ഒരു മിസ്കമ്മ്യൂണിക്കേഷൻ വരും. ഓക്കെ, അപ്പൊ ഒന്നുമില്ല, ഈ ഒരു സൗണ്ട് കേൾക്കുന്നതന്നെ ഇപ്പം എന്താ പറയാ, ഇങ്ങനെയാണ് എൻ്റെ ഫസ്റ്റ് കേസിൽ വരുന്നതെന്ന് വിചാരിച്ചു. എൻ്റെ ഒരു വേവ് ലെങ്ത് ഇങ്ങനെയാണ് വരുന്നത്. അപ്പം ഈ ഒരു ആംബുലൻസ് എൻ്റെ അടുത്തേക്ക് വന്നാൽ എൻ്റെ ഫ്രീക്വൻസി എങ്ങനെയായിരിക്കും? ഈ സാധനത്തിന് നമുക്ക് എങ്ങനെ വരയ്ക്കാൻ പറ്റും? കുറച്ചുകൂടി അടുപ്പിച്ച് വരയ്ക്കാൻ പറ്റില്ലേ? മീൻസ് ഭയങ്കര അടുത്ത് നമുക്ക് കേൾക്കുന്ന പോലെ ആയിരിക്കും. അപ്പം എന്താണ്, അത് കുറച്ചുകൂടി അടുത്തുള്ളതായിരിക്കും. പിന്നെ നമ്മൾ തിരിച്ചു പോകുന്ന കേസിൽ എന്തായിരിക്കും? ഇങ്ങനെ തന്നെ ആവൂലേ? മീൻസ് ആ ഒരു കേൾക്കുന്ന സാധനം മനസ്സിലാണല്ലേ? അപ്പൊ എന്താണ്, സെയിം സംഭവം നമുക്ക് എവിടെയും വരും, ഈ ഒരു സിഗ്നല് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്തും വരും. അപ്പൊ മെയിൻ ആയിട്ട് നമുക്ക് വരുന്ന ഒരു പ്രശ്നമാണ് എന്ത്, ഈ ഒരു മിസ്മാച്ച് കാരണം ഉണ്ടാകുന്ന ആ ഒരു ട്രാൻസ്മിഷൻ ലാഗ് എന്ന് പറയുന്നത്. ഇപ്പൊ ഡോപ്ലർ എഫക്ട് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അപ്പാരന്റ് ചേഞ്ച് ഇൻ ദ ഫ്രീക്വൻസി ഓഫ് എ വേവ് റിലേറ്റീവ് ടു ആൻ ഒബ്സർവർ. ഓക്കെ, ഒരു ഒബ്സർവറിനെ നമ്മൾ കൺസിഡർ ചെയ്തുകൊണ്ട് ആ ഒരു ഫ്രീക്വൻസിയിൽ ഉണ്ടാകുന്ന ചേഞ്ചിനാണ് നമ്മൾ എന്ത് പറയുന്നത്,
ഡോപ്ലർ എഫക്ട് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലാവില്ല എല്ലാവർക്കും? ഓക്കെ, ഇനി അടുത്ത എന്തായിരിക്കും ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ കുറേ സാറ്റലൈറ്റ് വേണ്ടി വരും. കാരണം ഞാൻ പറഞ്ഞു 20 മിനിറ്റ് കഴിയുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടുന്ന് കട്ടായി പോകുന്നുണ്ട്. അപ്പൊ അവിടെ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അടുത്ത സാറ്റലൈറ്റ് അവിടെ കയറണം. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് എന്താണ്, റിക്വയർസ് എ ലാർജ് നമ്പർ ഓഫ് സാറ്റലൈറ്റ് ഫോർ ഹോൾ കവറേജ്. ഒന്നായിട്ട് ഇപ്പൊ നമുക്കൊരു സ്ഥലത്ത് കിട്ടി, അത് പോയി പിന്നെ കിട്ടിയാൽ പോരാലോ, കണ്ടിന്യൂസ് ആയിട്ട് കവറേജ് കിട്ടണ്ടേ. അപ്പൊ എന്ത് വേണം, കുറേ സാറ്റലൈറ്റ് വേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് തന്നെ എന്തായിരിക്കും, റിക്വയർ ലാർജ് നമ്പർ ഓഫ് സാറ്റലൈറ്റ് വേണ്ടി വരും. പിന്നെ എന്താണ്, ഇതിങ്ങനെ ഹാൻഡ് ഓവർ ചെയ്യുന്ന സമയത്ത് ഒരു സാറ്റലൈറ്റ് വന്നു, അത് പോയി. ഒരു കണക്ഷൻ ഇപ്പോഴത്തെ ന്യൂ ടെക്നോളജി യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചോദിക്കാം, അതിനിപ്പം ടെക്നോളജി കണ്ടുപിടിച്ചിട്ടുണ്ടാവില്ല എന്ന് ചോദിക്കാം, ഉണ്ടാവും. പക്ഷെ ഈ ഒരു ഓർബിറ്റിന്റെ കേസിൽ നമ്മൾ പറയുകയാണെങ്കിൽ എന്താണ് ചാൻസസ് ഓഫ് എന്താണ് ഹാൻഡ് ഓവർ ഡ്യൂറിങ് ഫോൺ മീൻസ്, ഇതിപ്പം ഒരു സാറ്റലൈറ്റ് വന്നു, അപ്പം ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ഒരു സാധനം എടുത്ത് വേറെ കൊടുത്തു, അപ്പൊ ആ ഒരു ഡിലേ വരില്ല, അയാൾ വാങ്ങിയിട്ട് പിന്നെയും പോയി. അപ്പൊ ആ ഒരു ഡിലേനാണ് നമ്മൾ എന്താ പറയാ, ഈ കോൾ ചെയ്യുന്ന സമയത്തൊക്കെ ഈ സിഗ്നൽ, ഇപ്പൊ ഞാൻ വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സിഗ്നൽ മാറുന്ന സമയത്ത് ആ ഒരു ഡിലേ വരുന്നില്ലേ, അപ്പൊ അതിനാണ് നമ്മൾ എന്താ പറയുന്നത് ഹാൻഡ് ഓവർ എന്ന് പറയാം. കൈമാറുന്ന ആ ഒരു സാധനം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. സിഗ്നൽ ഇങ്ങനെ മാറി മാറി പോകുന്നത്. അപ്പോൾ ഈ ലിയോന്റെ കേസിൽ എന്തായിരിക്കും, അതിന്റെ ഒരു 20 മിനിറ്റ്സ് ആണ് നമ്മുടെ ആ ഒരു സ്റ്റേഷനിൽ കിട്ടുന്ന ടൈം കൊണ്ട് എന്തായിരിക്കും പ്രോബബിലിറ്റി ഓഫ് ഹാൻഡ് ഓവർ കൂടുതലായിരിക്കും. ദെൻ അടുത്തൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഫെയിൽഡ് സാറ്റലൈറ്റ് റിക്വയർഡ് ടു റീപ്ലേസ് റെഗുലർലി. ഇതിന്റെ ലൈഫ് ടൈം എന്ന് പറയുന്നത് ഒരു 5 to 7 years ആയിരിക്കും. അതുകൊണ്ട് എന്താണ് ഇതിന്റെ റീപ്ലേസ്മെന്റ് പ്രോപ്പറായിട്ട് നടത്തേണ്ടത് ആവശ്യമാണ്. കാരണം ഇത് ലോ എർത്തിലാണ്, അതുകൊണ്ട് ഇത് എന്താണ് ഒരു പീരീഡ് കഴിഞ്ഞാൽ ഇത് ഒന്നാമത് ഗ്രാവിറ്റേഷൻ പുൾ ഉണ്ടാവും. അതുപോലെ തന്നെ ഈ ചെറിയ മോയ്സ്ചർ കണ്ടന്റ് എർത്തിന്റെ അറ്റ്മോസ്ഫിയറിനകത്ത് വരുന്നല്ലേ, അപ്പം അതുകൊണ്ട് തന്നെ എന്താണ് അത് സ്ലോ ആയി പോകാനോ അല്ലെങ്കിൽ ബേൺ ചെയ്തു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതിന് ഒരു ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 5 to 7 years ആണ് വരുന്നത്. അങ്ങനെ എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്, നശിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ അടുത്തത് വരുന്നത്, അപ്പോൾ ഇത്രയാണ് നമ്മളെ ഡിസഡ്വാൻറ്റേജ് വരുന്നത്. അപ്പം ഇവിടെ എന്ത് ചെയ്തു, ലിയോ ഇവിടെ കംപ്ലീറ്റ് ആയി. അപ്പൊ അടുത്ത വരുന്നത് എന്താണ്, നമ്മുടെ മീഡിയം എർത്ത് ഓർബിറ്റ് ആണ്. ഓക്കെ, ഒരു ബ്രേക്ക് എടുക്കാം. ഓക്കെ, അപ്പം നമ്മൾ ലിയോ കഴിഞ്ഞു. അടുത്ത ആളാരാണ്, മിയോ. ലിയോന്റെ ഏട്ടനായിട്ട് കൂട്ടിക്കും. അപ്പം മിയോനെ നമുക്ക് എവിടെ പ്ലേസ് ചെയ്യാൻ പറ്റും, ലിയോന്റെ മുകളിൽ പ്ലേസ് ചെയ്യാൻ പറ്റും. ലിയോ എന്തായിരുന്നു, ലോ എർത്ത് ഓർബിറ്റ്. മിയോ എന്ന് പറയുമ്പോൾ എന്താണ്, മീഡിയം എർത്ത് ഓർബിറ്റ്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഒരു ആൾട്ടിറ്റ്യൂഡ് വരുന്നത് എത്രയാണ്, 5000 to 1000 12,000 കിലോമീറ്റർ ആണ്. ഓക്കെ, എവിടെയാണ് സർഫസ്, അതിന് വിത്ത് ഇൻക്ലിനേഷൻ ടുവേർഡ്സ് ഇക്വറ്റോറിയൽ പ്ലെയിൻ. ഓക്കെ, ദെൻ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ഇതിൽ അങ്ങനെ വലിയ കാര്യമായിട്ട് സാറ്റലൈറ്റ്സ് ഒന്നും വരുന്നില്ല. അതവിടെ ഉണ്ടായിക്കോട്ടെ, വലിയ കാര്യമായിട്ട് വരുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷെ സാറ്റലൈറ്റ്സ് ഉണ്ടോന്ന് വെച്ചാൽ ഉണ്ട്. മറ്റേ റഷ്യന്റെ ഏതോ സാറ്റലൈറ്റ് ഉണ്ട്, പേര് പറഞ്ഞു. ഓക്കെ, അപ്പം എന്താണ് ഇതിന്റെ ഓർബിറ്റൽ പീരീഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 6 hours ആണ്. നമ്മൾ നേരത്തെ എത്രയായിരുന്നു പഠിച്ചത്, 120 minutes. ഇത് കുറച്ചുകൂടി കൂടി എന്താണ് 6 hours ആയി. അപ്പോൾ ഇതിന്റെ വിസിബിലിറ്റി എത്രയായിരിക്കും, ഒരു ഫിക്സഡ് പോയിന്റ് 60 to 100 minutes ആണ്. നേരത്തെ എത്രയായിരുന്നു, ലിയോയിൽ എത്രയായിരുന്നു, 20 minutes ആയിരുന്നു. 95 ആ ഓക്കെ. അപ്പോൾ ഇതാണ് മിയോയിൽ മെയിൻ ആയിട്ട് വരുന്ന കാര്യങ്ങൾ. നമ്മൾ നോക്കുകയാണെങ്കിൽ മിയോന്റെ അഡ്വാൻറ്റേജസ് നോക്കുകയാണെങ്കിൽ എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞ 2 അഡ്വാൻറ്റേജസ് ഇതിൻ്റെ അകത്ത് വരും. ഏതൊക്കെയായിരിക്കും, ലിയോയിൽ ഫസ്റ്റ് പറഞ്ഞ അഡ്വാൻറ്റേജ് എന്തായിരുന്നു, ട്രൂ ഗ്ലോബൽ കവറേജ്. ഈ സാധനത്തിന്റെ അകത്ത് എന്ത് വരുന്നുണ്ട്, ട്രൂ ഗ്ലോബൽ കവറേജ് വരുന്നുണ്ട്. പിന്നെ ഒന്നുകൂടെ പറഞ്ഞില്ലായിരുന്നോ, സ്പെക്ട്രത്തിന്റെ എഫിഷ്യന്റ് യൂസ്. അതുപോലെ തന്നെ എന്താണ് ഇതിന്റെ നമ്മൾ പറഞ്ഞ പ്രൊപ്പഗേഷൻ ഡിലേ, നമ്മൾ നേരത്തെ അതിൻ്റെ അകത്ത് എത്രയായിരുന്നു പറഞ്ഞത്, അതിൻ്റെ അകത്ത് ലാറ്റൻസി എത്രയായിരുന്നു പറഞ്ഞത്, 10 millisecond അല്ലേ. ഇതിന്റെ കേസിൽ വരുന്ന സമയത്തേക്ക് ഇതിന്റെ ലാറ്റൻസി എന്ന് പറയുന്നത് എത്രയാണ്, 80 millisecond ആണ് വരുന്നത്. ഓക്കെ, കുറച്ചുകൂടി എന്തായി
ലേറ്റൻസി കൂടിയെങ്കിലും എന്താണ് നമുക്ക് അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്ന പറ്റുന്ന ഒരു കാര്യമാണ്. കാരണം 80 മില്ലി സെക്കൻഡ് എന്നൊക്കെ പറയുന്നത് അത്രയും ചെറിയൊരു വാല്യൂ അല്ലേ. അപ്പൊ അതും നമുക്കൊരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പിന്നെ എന്താണ്, മിയോ ക്യാൻ കവർ ലാർജ് ഏരിയ. ഓക്കെ, ലാർജ് ഏരിയ കവർ ചെയ്യാൻ പറ്റും. എന്തുകൊണ്ട്? കുറച്ചുകൂടി ഉയരത്തിലല്ലേ ഉള്ളത്. അപ്പൊ എന്ത് ചെയ്യാണ്, കമ്പയർഡ് ടു ലിയോ എന്താണ്, കുറച്ചുകൂടി ലാർജ് ഏരിയ കവർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എന്താണ്, കമ്പയർഡ് ടു ലിയോ ഹാൻഡ് ഓവർ എന്തായിരിക്കും, കുറവായിരിക്കും. അപ്പോൾ ഇതാണ് ഇതിന്റെ മെയിൻ അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് വരുന്നത്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഡിസഡ്വാൻറ്റേജ് എന്തൊക്കെയായിരിക്കും? സെയിം സാധനം തന്നെ, റിക്വയർസ് ലാർജ് നമ്പർ ഓഫ് സാറ്റലൈറ്റ് ഫോർ ഹോൾ കവറേജ്. നേരത്തെ ലിയോയിൽ പറഞ്ഞ സെയിം സാധനം തന്നെ. എന്താണ്, ലാർജ് കവറേജ് കിട്ടണമെങ്കിൽ എന്താണ്, ലാർജ് നമ്പർ ഓഫ് സാറ്റലൈറ്റ്സിന്റെ ആവശ്യകത വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ഓർബിറ്റൽ പീരീഡ് എത്രയാണ്, 6 hours അല്ലേ. എർത്തിന്റെ എത്രയാണ്, 24 അല്ലേ. അപ്പോൾ ഒബ്വിയസ് ആയിട്ട് എന്ത് വരും, മിസ് മാച്ച് വരും. അതുകൊണ്ട് തന്നെ ഡോപ്ലർ എഫക്റ്റ് പറയണ്ടല്ലോ, ഡോപ്ലർ എഫക്റ്റിന്റെ പോസിബിലിറ്റീസ് അവിടെ വരുന്നുണ്ട്. പിന്നെ എന്താണ്, റിക്വയർ റിലേറ്റീവ്ലി ലോങ് ടൈം ടു ഡിപ്ലോയ് എ ഫുൾ കോൺസ്റ്റലേഷൻ. എന്താണ് കോൺസ്റ്റലേഷൻ എന്ന് പറഞ്ഞാല്, നക്ഷത്ര സ്റ്റാർ കോൺസ്റ്റലേഷൻ ഒക്കെ കേട്ടില്ലേ? എന്താ അത്? ഈ നമ്മൾ ആകാശത്തേക്ക് നോക്കിയിട്ട് മറ്റെന്താ, വേട്ടക്കാരെന്നൊക്കെ പറയില്ല, എന്താ സാധനം? അല്ല, എന്താ സാധനം, എന്താ നക്ഷത്ര സമൂഹം എന്നൊക്കെ പറയൂലേ? എന്നുവെച്ചാൽ ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റാർസിനാണ്, അല്ലെങ്കിൽ ഇതിന്റെ അകത്ത് കോൺസ്റ്റലേഷൻ എന്ന് പറയുമ്പോൾ ഗ്രൂപ്പ് ഓഫ് സാറ്റലൈറ്റ്സിനാണ് നമ്മൾ പറയുന്നത് കോൺസ്റ്റലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്, ഒരു ലാർജ് ടൈം, കാരണം എല്ലാ സാറ്റലൈറ്റ്സും കുറെ സാറ്റലൈറ്റ്സ് ഉണ്ടെങ്കിലാണ് നമുക്ക് ഗ്ലോബൽ കവറേജ് കിട്ടത്തുള്ളൂ. അപ്പൊ അങ്ങനെ കിട്ടുന്ന സാധനത്തിനെ നമുക്ക് ഫുൾ ആയിട്ട് ഡിപ്ലോയ് ചെയ്യണമെങ്കിൽ എന്ത് വരും, കുറെ സമയം എടുക്കും. അപ്പൊ അത് അതിന്റെ എന്താണ്, ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ദെൻ എന്താണ്, ഫെയിൽഡ് സാറ്റലൈറ്റ് നീഡ് ടു ബി റീപ്ലേസ്ഡ്. അതും എന്താണ് നമുക്ക് ഒരു പ്രശ്നമായിട്ട്, കാരണം ഇത് അങ്ങോട്ട് എത്തിക്കുക എന്ന് പറയുന്നത് അത്ര ചിലവുള്ള പരിപാടിയാണ്. അപ്പം അതും അതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതാണ് നമുക്ക് ജസ്റ്റ് മിയോന്റെ അകത്ത് പറയാനുള്ളത്. ലിയോന്റെ അകത്ത് അത്ര അധികമായിട്ട് പറയാനില്ല. ഇനി നമ്മളാളാണ് ആര്, ജിയോ സ്റ്റേഷനറി എർത്ത് ഓർബിറ്റ്, അല്ലെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും, വീട്ടിൽ നമുക്കിനെ ജിയോ എന്ന് വിളിക്കാൻ പറ്റും. അപ്പൊ ഇതാണ് എന്ത് വരുന്നത്, നമ്മുടെ മോസ്റ്റ് പോപ്പുലർ ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ്. ജിയോ ആണ് എന്ത് വരുന്നത്, നമ്മുടെ മോസ്റ്റ് പോപ്പുലർ ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ്. അപ്പൊ ഇതിന്റെ ഓർബിറ്റൽ പീരീഡും നമ്മുടെ എർത്തിന്റെ ഓർബിറ്റൽ പീരീഡ് എന്തായിരിക്കും? ജിയോ സ്റ്റേഷനറി ആണ്. എർത്ത് നോക്കിയാൽ എപ്പോഴും ആ സാധനം അവിടെ ഉണ്ടാവും. ഈ ഒരു ഓർബിറ്റിൽ കൊടുത്താലേ, ഈ ഒരു ഓർബിറ്റിൽ നമ്മളൊരു സാറ്റലൈറ്റ് ഇട്ടു, എന്നിട്ട് എർത്തിന്റെ ഒരു പോയിന്റ് സാധനം ഇങ്ങനെ നോക്കിയാൽ എപ്പോൾ നോക്കിയാലും എന്തുണ്ടാവും, ആ സാറ്റലൈറ്റ് അവിടെ തന്നെ ഉണ്ടാവും. അപ്പൊ എന്തായിരിക്കും, ഇതിന്റെ ഓർബിറ്റൽ പീരീഡ് മാച്ചസ് ദ ഓർബിറ്റൽ പീരീഡ് ഓഫ് എർത്ത്. എല്ലാ സമയത്തും പറ്റൂല. അറ്റ് എൻ ആൾട്ടിറ്റ്യൂഡ് ഓഫ് 35,863 കിലോമീറ്റർ ഹൈറ്റ് പോവുകയാണെങ്കിൽ മാത്രമാണ് എന്ത് വരുന്നത്, അതിനെ ജിയോ സ്റ്റേഷനറി എന്ന് വിളിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ എത്രയാണ് ഹൈറ്റ്, എത്ര വരുന്നത്, ഓൾട്ടിറ്റ്യൂഡ് എത്ര വരുന്നത്, ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റിന് 35,863 കിലോമീറ്റർ ആണ് എന്ത് വരുന്നത്, അതിന്റെ ഓൾട്ടിറ്റ്യൂഡ് വരുന്നത്. പിന്നെ ഇത് റൊട്ടേറ്റ് ചെയ്യാന്ന് പറയുന്നത് നമ്മുടെ ഇക്വറ്റോറിയൽ പ്ലെയിനിലായിരിക്കും. ഇക്വേറ്ററിന് ചുറ്റുമായിരിക്കും ഈ സാധനം കിടന്ന് റൊട്ടേറ്റ് ചെയ്യുക. അപ്പൊ അതിന്റെ ആംഗുലാർ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 3075 മീറ്റർ പെർ സെക്കൻഡ് വേഗത്തിലായിരിക്കും ഈ ഒരു സാധനം നമ്മുടെ എർത്തിനെ റൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആംഗുലാർ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ആംഗുലാർ വെലോസിറ്റി 30,075 പറഞ്ഞല്ലോ, 30,075 പറഞ്ഞല്ലോ. ആംഗുലാർ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, അതല്ല, സാധാ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, സയൻസ് പഠിച്ച ആൾക്കാർ പറഞ്ഞു.
മൂവ് ചെയ്യാനുള്ള എന്ത്? കേട്ടില്ല. ഹണി പേടുന്നു ഒന്നുമില്ല, സിമ്പിൾ ആയിട്ട് എന്താ നമ്മള് എന്താ നമ്മളിപ്പോ ഒരു ഡി ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു. ടൈം എന്ന് പറയുന്നത് എന്താണ്? ടി എടുക്കുകയാണ്. നമ്മുടെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. നമ്മൾ എത്ര ദൂരം സഞ്ചരിച്ചോ അത് നമ്മൾ എത്ര സമയമാണ് നമ്മുടെ വെലോസിറ്റി എന്ന് പറയുന്നത്. വെലോസിറ്റി എന്താ പറയുക? പ്രവേഗം. ആട്ടെ, എന്തെങ്കിലും ആട്ടെ. അപ്പൊ അതാണ് നമ്മുടെ വെലോസിറ്റി. അത് ലീനിയർ വെലോസിറ്റി ആണ്. ആംഗുലർ വെലോസിറ്റി എന്താ? ലീനിയർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നേരെ പോകുന്നത്. നേരെ പോയി തിരിച്ചു വരണ്ട, ഇങ്ങനെ വട്ടത്തിൽ പോകുന്ന സാധനത്തിനാണ് വട്ടത്തിൽ പോകുന്ന സാധനത്തിന്റെ സ്പീഡിനാണ് നമ്മൾ എന്ത് പറയാ? ആംഗുലാർ വെലോസിറ്റി എന്ന് പറയാം. എടോ ഒന്നുമില്ലടോ, ഓർബിറ്റ് വട്ടത്തിലല്ലേ കറങ്ങുക, അപ്പൊ അതിന്റെ സ്പീഡിന് നമ്മൾ ആംഗുലാർ വെലോസിറ്റി എന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ ഇതിന്റെ എന്താണ് ഇൻക്ലിനേഷനും എക്സെൻട്രിസിറ്റിയും എന്തായിരിക്കും? ഈ ഒരു ഓർബിറ്റിന്റെ ഇൻക്ലിനേഷനും എക്സെൻട്രിസിറ്റിയും എന്തായിരിക്കും? 0 ആയിരിക്കും. ഇൻക്ലിനേഷനും എക്സെൻട്രിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? മാത്സ് അല്ലേ പഠിച്ചത്? പറഞ്ഞോളൂ. വേണ്ട, ജസ്റ്റ് എന്താ സാധനം എന്ന് പറഞ്ഞാൽ മതി. ഇതിലേക്ക് ബന്ധപ്പെടുത്തേ വേണ്ട. എന്താണ് ഇൻക്ലിനേഷനും? ഇൻക്ലിനേഷൻ എന്ന് പറഞ്ഞാൽ ഓക്കെ, ചെരിവ്. അപ്പം 0 ആയിരിക്കും ഈ എന്തിന്റെ? ജിയോ സ്റ്റേഷനറിന്റെ കേസിൽ. എക്സെൻട്രിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? എന്താ അറിയില്ല. നമ്മള് ഒരു സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ എന്താണ്? ഒരു സെന്റർ കണക്കാക്കിയിട്ടല്ലേ വരയ്ക്കുക. അപ്പൊ വേറെ ഷേപ്പ് എടുത്താൽ, ഇപ്പം ഒരു എലിപ്സ് എടുത്തു. എലിപ്സ് എടുത്താൽ ഈ സെന്റർ അല്ലാതെ അതിന്റെ ഫോക്കസ് വരിക മാറൂലേ? അപ്പൊ ആ ഒരു ചേഞ്ച് ഇല്ലേ, എത്രത്തോളം ആ ഒരു ഇത് മാറി, ഫോക്കസ് മാറി എന്നുള്ള ആ ഒരു ഇതിനാണ് നമ്മൾ എന്ത് പറയാ? എക്സെൻട്രിസിറ്റി എന്ന് പറയാം. ശരിക്കും ആ ഒരു സർക്കുലാർ ഷേപ്പിന് എത്രത്തോളം ഡീവിയേഷൻ വരുന്നു എന്നുള്ള സാധനത്തിനാണ് ശരിക്കും എക്സെൻട്രിസിറ്റി എന്ന് പറയാം. അപ്പം ഈ ഒരു കേസ്, എർത്തിന്റെ ഈ ഒരു ഓർബിറ്റിന്റെ കേസ് നോക്കുകയാണെങ്കിൽ എന്താ? നമ്മുടെ എർത്തിന്റെ ഇതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്തായിരിക്കും? എർത്തിന് എക്സെൻട്രിക് ആയിട്ടായിരിക്കും നമ്മുടെ ഈ ഒരു ജിയോ സ്റ്റേഷനറി എർത്ത് ഓർബിറ്റ് ഉണ്ടാവുക എന്നുള്ള കാര്യം കൂടെ എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്താണ്? സാറ്റലൈറ്റ് അപ്പിയർ സ്റ്റേഷനറി ടു ആൻ ഒബ്സർവർ ഓൺ ദ ഗ്രൗണ്ട്. എപ്പോൾ നമ്മൾ നോക്കിയാലും അത് അവിടെ ഉള്ളതുപോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യും. കാരണം എന്താണ്? അതിന്റെ ഓർബിറ്റൽ സ്പീഡും അല്ലെങ്കിൽ ഓർബിറ്റൽ സാധനം എന്താണ്? നമ്മുടെ ഇല്ലേ തിരിയുന്ന സാധനം, അതും എർത്തിൻ്റെത് എന്താണ്? 0. ഓർബിറ്റൽ പീരീഡ് 24 hours ആയതുകൊണ്ട് നമ്മൾ ഇങ്ങനെ നോക്കിയാൽ എപ്പോഴും എന്തുണ്ടാവും? അവിടെ ഉണ്ടാവും. ഓക്കെ, ഇനി അഡ്വാൻറ്റേജസ് നോക്കിയാൽ എന്താണ്? ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റിന്റെ അഡ്വാൻറ്റേജസ് നോക്കിയാൽ നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റും? ഡോപ്ലർ എഫക്റ്റ് ഉണ്ടാവോ? ഉണ്ടാവും. ചില സമയത്ത് മനസ്സിലായില്ല, ഒരാൾ പറ. പക്ഷെ ഇതിന്റെ കേസിൽ ആൾട്ടിറ്റ്യൂഡ് മാറ്റം വരുന്നില്ലല്ലോ. ജിയോ സ്റ്റേഷൻ അയ്യോ, ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് പറഞ്ഞാൽ ഈ ഒരു ഡിസ്റ്റൻസിലേ ഉണ്ടാകത്തുള്ളൂ. ഈ ഒരു കിലോമീറ്ററിലാണ് എന്ത് വരും? നമുക്ക് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് ഉണ്ടാകത്തുള്ളൂ. ഓക്കെ,
ആ അല്ലല്ല, അത് ആ ഒരു ആൾട്ടിറ്റ്യൂഡിലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ആ ഒരു ഓർബിറ്റൽ പീരീഡ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഡോപ്ലർ എഫക്റ്റ് ഉണ്ടാവോ? ഡോപ്ലർ എഫക്റ്റ് ഇതിന്റെ ഒരു കേസിൽ ഉണ്ടാവില്ല. കാരണം എന്താണ്, അവിടെ മിസ്മാച്ച് വരുന്നില്ലല്ലോ. ദെൻ എന്താണ്, കവേഴ്സ് ദ മോസ്റ്റ് ഇൻഹാബിറ്റഡ് പോർഷൻ ഓഫ് ദ എർത്ത് എക്സ്ക്ലൂഡിങ് ദ നോർത്ത് ആൻഡ് സൗത്ത് പോൾ. നോർത്ത് ആൻഡ് സൗത്ത് പോൾ ഒഴിച്ചിട്ട് ഈ സാധനം എന്ത് കവർ ചെയ്യുന്നുണ്ട്, നമ്മുടെ ഫുൾ എർത്തിനെ കവർ ചെയ്യുന്നുണ്ട്. കാരണം ഇത് ഭൂമിയാണെങ്കിൽ നമ്മൾ ഇവിടെ ഒരു സാറ്റലൈറ്റ് വെച്ചു വിചാരിച്ചോ, അപ്പോൾ ഇതിന്റെ ഒരു കവറേജ് നമുക്ക് ഇങ്ങനെ കിട്ടും. റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് കവറേജ് കിട്ടും. ചെറിയൊരു പോർഷൻ ഇവിടെയും ഇവിടെയുള്ള ഒരു ചെറിയൊരു പോർഷൻ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, നമുക്ക് കട്ടായി പോകുന്നുള്ളൂ. അപ്പൊ ഇതാണ് അതിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് പറയുന്നത്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഡിസഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? നേരത്തെ നമ്മൾ അഡ്വാൻറ്റേജ് ആയിട്ട് പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ്. ഇതിൽ ലാറ്റൻസി എന്തായിരിക്കും, കൂടുതലായിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞത് രണ്ടും മില്ലി സെക്കൻഡ്സിലായിരുന്നു. ഒന്ന് 10 മില്ലി സെക്കൻഡും അതുപോലെ തന്നെ ഒന്ന് 80 മില്ലി സെക്കൻഡും. നമ്മുടെ ജിയോന്റെ കേസിൽ എന്താ വരുന്നത്, 0.24 സെക്കൻഡ്സ് വരുന്നുണ്ട് ഇതിന്റെ ലാറ്റൻസി എന്ന് പറയുന്നത്. അത് നമ്മുടെ വോയിസിനെയും അതുപോലെ തന്നെ ഡാറ്റയെ പ്രൊപ്പഗേഷനും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, എഫക്ട് ചെയ്യുന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കാം. പിന്നെ അതുപോലെ തന്നെയാണ് നമ്മുടെ റിലേറ്റീവ്ലി ലാർജ് പാത്ത് ലോസ് ഡ്യൂ ടു ലാർജ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ സിഗ്നൽ. ഓക്കെ, നമുക്ക് ഏറ്റവും ഹൈറ്റിലുള്ള കാരണം നമ്മുടെ ലിയോനെയും നമ്മുടെ മിയോനെയും കമ്പയർ ചെയ്ത് നമ്മുടെ ജിയോ എന്ന് പറയുന്നത് എന്താണ്, കുറച്ചും കൂടി ഹൈറ്റുള്ള സാധനമാണ്. അപ്പൊ എന്തായിരിക്കും, സിഗ്നൽ അത്രയും ദൂരം എന്ത് ചെയ്യണം, ട്രാവൽ ചെയ്ത് വരണം. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും, പാത്ത് ലോസും ഹൈ ആയിരിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ അടുത്ത വരുന്നതാണ് ഹൈ ലോഞ്ച് കോസ്റ്റ്. ഈ സാധനത്തിന് അവിടെ എത്തിക്കാൻ എന്താണ്, അത്യാവശ്യം നല്ലോണം പൈസ ചെലവുള്ള കാര്യമാണെന്ന് കൂടി എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പം ഇനി വരുന്ന ഒരാളാണ് ഹൈ എർത്ത് ഓർബിറ്റ്. മെയിനായിട്ട് അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ ഒന്നും അല്ല, എങ്കിലും കൂടെ എന്ത് ചെയ്യാം, മനസ്സിലാക്കി വെക്കാം. അപ്പൊ നോക്കുന്ന സമയത്ത് എന്താണ്, സാറ്റലൈറ്റ് ഓർ സ്പേസ് മിഷൻ വി സെൻഡ് അക്രോസ് എർത്ത് ഓർബിറ്റ് ബിയോണ്ട് എത്രയാണ്, ഈ 35,786 കിലോമീറ്ററിന് ബിയോണ്ട് പോകുന്ന എല്ലാ സാധനത്തിനെയും നമ്മൾ എന്ത് പറയും, നമ്മുടെ ഹൈ എർത്ത് ഓർബിറ്റ് എന്ന് നമ്മൾ പറയും. ഓക്കെ, ജസ്റ്റ് അങ്ങനെ ഒരു പേര് മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. ഇപ്പൊ നമ്മുടെ ചന്ദ്രയാൻ 1ഉം 2ഉം മംഗളയാൻ 1ഉം ആദിത്യ മിഷനൊക്കെ എന്താണ്, നമ്മുടെ ഈ ഹൈ എർത്ത് ഓർബിറ്റിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, ആദിത്യ മിഷൻ എന്താ അറിയോ, സൂര്യന്റെ വേണ്ടി ടച്ച് സാധനമാണ്. ഓക്കെ, അടുത്താണ് എന്ത് വരുന്നത്, നമ്മുടെ ട്രാൻസ്ഫർ ഓർബിറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ട്രാൻസ്ഫർ ഓർബിറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു ഇന്റർമീഡിയറ്റ് ഓർബിറ്റ് ആണ്. അവിടത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ സാറ്റലൈറ്റിന് ഫസ്റ്റ് ലോഞ്ച് ചെയ്യും. ഓക്കെ, ആ ലോഞ്ച് ചെയ്ത സ്ഥലത്ത് നിന്ന് പിന്നെ എന്ത് ചെയ്യും, അവിടുന്ന് അതിന്റെ ഒരു പ്രൊപ്പഗേഷൻ മീൻസ് അതിന്റെ ഒരു ഇതുകൊണ്ട് തന്നെ അതെന്ത് ചെയ്യും, ലിഫ്റ്റ് ചെയ്തിട്ട് അതിന് പോകേണ്ട സ്ഥലത്തേക്ക് പോകുന്ന ആ ഒരു ടെമ്പററി എന്താണ് ഓർബിറ്റിനാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മുടെ ട്രാൻസ്ഫർ ഓർബിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ രണ്ട് ടൈപ്പ്, ഇത് രണ്ടും അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങളല്ല, ജസ്റ്റ് അറിഞ്ഞിരിക്കുക എന്നുള്ളത് മാത്രമാണ്. ഓക്കെ, അപ്പം പിന്നെ വരുന്നത് എന്താണ്, നമ്മുടെ ഹാലോ ഓർബിറ്റ് ആണ്. ഹാലോ ഓർബിറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്, ഒരു 3 ഡയമെൻഷണൽ ഓർബിറ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റും, അല്ലെങ്കിൽ 3 ഡയമെൻഷണൽ സ്പേസിലുള്ള ഓർബിറ്റ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. കാരണം എന്താണ്, ഈ ഒരു ഓർബിറ്റ് വരുന്നത്, സാധാരണ ഒരു ഓർബിറ്റ് എവിടെയായിരിക്കും ഉണ്ടാവുക, ഒരു സെലസ്റ്റിയൽ ബോഡിയല്ലേ ചുറ്റുക, ഒരു സാധനം അതിനല്ലേ ചുറ്റുക. ഈ ഒരു സാധനം എന്ന് പറയുന്നത് എവിടെയായിരിക്കും, ഒരു എന്താ പറയാ, രണ്ട് ഒബ്ജക്റ്റിന്റെ ഇടയ്ക്കുള്ള ഒരു പോയിന്റിനെ ചുറ്റുന്ന പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുക. എന്താ പറയാ, ഒരു 3 ഡയമെൻഷണൽ പീരിയോഡിക് സ്പേസ് ട്രാജക്ടറി ദാറ്റ് ലൂപ്പ് അറൌണ്ട് എ ഗ്രാവിറ്റേഷണൽ ഇക്വിലിബ്രിയം പോയിന്റ്. അതിന് പറയുന്ന പേരാണ് ലഗ്രാഞ്ച് പോയിന്റ് എന്ന് പറയുന്നത്.
അതൊരു ശാസ്ത്രജ്ഞനാണ്. അപ്പോൾ അതൊന്നുമില്ല, ലഗ്രാഞ്ച് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ഇപ്പൊ നമ്മൾ രണ്ട് ബോഡി എടുത്തു, രണ്ട് സെലസ്റ്റിയൽ ബോഡി എടുത്തു, ഒരു വലിയ ബോഡി എടുത്തു, ഒരു ചെറിയ ബോഡി എടുത്തു. അപ്പൊ അതിന്റെ ഇടയ്ക്ക് വരുന്ന ഒരു എന്താണ്, ഇതിന്റെ രണ്ടിന്റെയും ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് അല്ലെങ്കിൽ ഇതിന്റെ രണ്ടിന്റെയും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈക്വൽ ആകുന്ന അല്ലെങ്കിൽ നള്ളിഫൈ ചെയ്യുന്ന ഒരു പോയിന്റും, അതുപോലെ തന്നെ നമ്മുടെ സാറ്റലൈറ്റിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഏത് ഒബ്ജക്റ്റ് ആണോ അതിന്റെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സും തമ്മിൽ എന്താ പറയാ നള്ളിഫൈ ആവുന്ന ആ ഒരു പോയിന്റാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മുടെ ലഗ്രാൻഡ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പോയിന്റിന് ചുറ്റും ഇങ്ങനെ കറങ്ങുന്ന ആ ഒരു ടൈപ്പ് ഓർബിറ്റിനാണ് നമ്മൾ എന്ത് പറയാ, ഹാലോ എന്ന് പറയാം. ഹാലോ ഓർബിറ്റ് എന്ന് പറയാ. ഹാലോ എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും, ഈ ബുദ്ധന്റെ ബാക്കിലൊക്കെ കാണുന്നതാണല്ലേ പ്രഭാവല എന്നൊക്കെ. അപ്പൊ എന്താ, അതിന്റെ നടുക്ക് സാധനം ഉണ്ടാവില്ല, നടുക്കോ ഈ പ്ലാനറ്റ് ഉണ്ടാവില്ല. ഒരു പോയിന്റിനെ വെച്ചിട്ട് ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹാലോ ഓർബിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഓർബിറ്റൽ പാർക്കിംഗ് സ്പോട്ട് എന്നൊക്കെ പറയാൻ പറ്റും. കാരണം ഇവിടെ നമ്മൾ ഓർബിറ്റിനെ കൊണ്ട് കൊടുത്താൽ എന്താണ്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന് കുറച്ച് ഫ്യൂവൽ എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് ഓർബിറ്റിനെ അവിടെ വെക്കാൻ പറ്റും. കാരണം അധികം ഫോഴ്സ് കൊടുക്കണ്ട. കാരണം രണ്ട് ഒബ്ജക്റ്റ് ഇപ്പോൾ സണ്ണും എർത്തും എടുക്കുകയാണെങ്കിൽ അതിന്റെ രണ്ടിന്റെയും ഗ്രാവിറ്റി നള്ളിഫൈ ചെയ്യുന്ന, അതും കൂടാതെ ഇതിന്റെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സും നമ്മുടെ സാറ്റലൈറ്റിന്റെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സും നള്ളിഫൈ ചെയ്യുന്ന ഒരു പോയിന്റിലാണ് എന്ത് വരുന്നത്, ഈ ഒരു ലഗ്രാഞ്ച് പോയിന്റ് വരുന്നത്. അപ്പൊ അവിടെ നമ്മളൊരു സാധനം ഇട്ട് കൊടുത്താൽ അത് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേ നിൽക്കും. അപ്പൊ അങ്ങനെ വരുന്ന പോയിന്റിൽ എന്തായിരിക്കും, നമുക്ക് ഫ്യൂവൽ എഫിഷ്യൻസി കുറവായിരിക്കും. അപ്പൊ ജസ്റ്റ് ഇത് ഓർത്ത് വെച്ചാൽ മതി, ഒരു 3D ഡയമെൻഷണൽ പീരിയോഡിക് സ്പേസ് ട്രാജക്ടറി ആണെന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെന്താണ്, ഗ്രാവിറ്റേഷണൽ ഇക്വിലിബ്രിയം പോയിന്റ് ഉണ്ട്, അതിന്റെ പേരാണ് ലഗ്രാഞ്ച് പോയിന്റ്. അവിടെ എന്തായിരിക്കും, ഗ്രാവിറ്റി ഫോഴ്സ് ഓഫ് 2 ബോഡി ആൻഡ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ബിക്കം ബാലൻസ് ഔട്ട്. രണ്ട് ബോഡീന്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സും നമ്മുടെ സാറ്റലൈറ്റിന്റെ എന്താണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സും ബാലൻസ് ചെയ്യും. ഈ സാധനത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓർബിറ്റൽ പാർക്കിംഗ് സ്പോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് ഇതാണ് ആ ലഗ്രാഞ്ച് പോയിന്റ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ സണ്ണാണ്, നമ്മുടെ എർത്താണ്. അപ്പം ഇത് L1 എന്ന് പറയുന്നത് ഇൻ ബിറ്റ്വീൻ എർത്ത് ആൻഡ് സണ്ണായിരിക്കും. L2 എന്ന് പറയുന്നത് എന്തായിരിക്കും, ബിയോണ്ട് എർത്ത് ആയിരിക്കും. L3 എന്ന് പറയുന്നത് ബിയോണ്ട് സണ്ണായിരിക്കും. ഈ L4ഉം L5 എന്ന് പറയുന്നത് എന്തായിരിക്കും, ഒരു ഇൻക്ലിനേഷൻ, ഒരു 60 ഡിഗ്രി ഇൻക്ലിനേഷൻ ടു ദ എർത്ത് ഓർബിറ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇവിടെ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ 60 ഡിഗ്രി ആയിരിക്കും. 60 ഡിഗ്രി അപ്വേർഡ് എന്നല്ല ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, 60 ഡിഗ്രി ഹെഡ് ഓഫ് ദ സ്മോളർ ബോഡി അലോങ് ഓർബിറ്റലും, അതുപോലെ തന്നെ 60 ഡിഗ്രി ബിഹൈൻഡ് ദി ഓർബിറ്റും ആണ് പറയുന്നത്. അപ്പം L1 നമ്മൾ പറഞ്ഞതിൻ്റെ എന്താണ്, 2 മേജർ ബോഡി, സൺ ആൻഡ് എർത്ത് അതിൻ്റെ ഇടയ്ക്ക് വരുന്നതാണ്. പിന്നെ എന്താണ്, L2 എവിടെയാണ്, ബിഹൈൻഡ് എർത്ത് വരുന്നുണ്ട്. L3 എവിടെയാണ്, ബിഹൈൻഡ് സണ്ണ് വരുന്നുണ്ട്. L4ഉം L5ഉം എന്താണ്, സ്മോളർ ബോഡിയുടെ ഒരു ഓർബിറ്റിൽ നിന്ന് ഒരു 60 ഡിഗ്രി ബിഹൈൻഡും ഹെഡും വരുന്നുണ്ട്. അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള നിൽക്കുന്ന ആരായിരിക്കും, L1. ഇതിൻ്റെ അകത്ത് ഏറ്റവും സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്ന രണ്ടാൾക്കാർ എന്ന് പറഞ്ഞാൽ L4ഉം L5ഉം ആയിരിക്കും. നമ്മൾ പറയുന്ന സമയത്ത് ഒരു ബൗളിൽ ഒരു ബോൾ വെച്ചാൽ എങ്ങനെയായിരിക്കും, അത്രയും സ്റ്റേബിൾ ആയിരിക്കും ഈ L4ലും L5ലും സാറ്റലൈറ്റ് വെച്ചാലെന്ന് പറയാം. കാരണം ഒരു അധികം വലിയ ഫോഴ്സ് വന്നാലൊന്നും അതിന് വലിയ സ്റ്റെബിലിറ്റിക്ക് വലിയ കാര്യങ്ങളൊന്നും വരില്ല. പക്ഷേ ഈ L1, L2, L3 എന്ന് പറയുന്നത് ഒരു മലയുടെ മുകളിൽ ഒരു ബോൾ വെച്ച അവസ്ഥയായിരിക്കും എന്ന് പറയുന്നത്. ചെറിയൊരു ത്രസ്റ്റ് വന്നാൽ കൂടെ എന്ത് വരും, അതിന്റെ ഇക്വിലിബ്രിയം നഷ്ടപ്പെടുന്നുള്ള കാര്യമാണ് അവിടെ പറയുന്നത്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പറഞ്ഞത്. അപ്പൊ നമ്മൾ എവിടെയായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്, സ്പേസ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ എന്താ സ്പേസ് നോക്കി, അതിന്റെ എന്ത് നോക്കി, കാർബൺ ലൈൻ നോക്കി. പിന്നെ എന്ത് നോക്കി,
എസ്കേപ്പ് വെലോസിറ്റി നോക്കി. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓർബിറ്റ് നോക്കി. പിന്നെ എന്താ നോക്കിയേ? ടൈപ്സിൽ ഏതൊക്കെ നോക്കി? ലിയോയുടെ മുമ്പിട്ട് ഒരു ക്ലാസിഫിക്കേഷൻ പറഞ്ഞില്ലേ? അതല്ല, പെരീസിയ അത് ഓർബിറ്റിൻ്റെത്. അല്ലാതെ പോളാറും പറഞ്ഞു, ഇക്വറ്റോറിയലും പറഞ്ഞു. ഈ പോളാറിൻ്റെ അകത്ത് തന്നെ സൺ സിങ്ക്രണൈസ്ഡും പറഞ്ഞു. ദെൻ അടുത്ത ഏതായിരുന്നു പറഞ്ഞത്? ബേസ്ഡ് ഓൺ ആൾട്ടിറ്റ്യൂഡ് നമ്മൾ എന്ത് പറഞ്ഞു? ബേസ്ഡ് ഓൺ ആൾട്ടിറ്റ്യൂഡ്. ആ, ലോ എർത്ത് ഓർബിറ്റ്, മീഡിയം എർത്ത് ഓർബിറ്റ്, ജിയോ പറഞ്ഞു. ഹൈ ഇത് മൂന്നാണ് കേട്ടോ മെയിൻ ആയിട്ട് പഠിക്കേണ്ടത്. പിന്നെ ഹൈ പറഞ്ഞു, പിന്നെ ഹാലോ പറഞ്ഞു. ഹാലോ ഇതിൻ്റെ അകത്ത് വരുന്നതല്ല, വേറൊരു സാധനം തന്നെയാണ്, ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഓക്കെ അല്ലേ?